ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. താങ്ക് യു വെരി മച്ച്. വരൂ, ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മുടെ വിശിഷ്ട അതിഥി ഒരു പ്രസിദ്ധനായ അഭിനേതാവാണ്. 700-ലും പടങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. സിനിമയാണെങ്കിലും ശരി, അല്ലെങ്കിൽ രാഷ്ട്രീയമാണെങ്കിലും ജനങ്ങൾ അദ്ദേഹത്തെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. പ്ലീസ് വെൽക്കം ഭോജ്പുരി സിനിമയുടെ നായകൻ, ഹിന്ദി സിനിമയുടെ ജ്വലിക്കുന്ന നക്ഷത്രം, ഗോരഖ്പൂരിന്റെ മെമ്പർ ഓഫ് പാർലമെന്റ് രവി കിഷൻ. എല്ലാവർക്കും സുഖാണോ? ജനങ്ങൾ താങ്കൾക്ക് സുഖമാണോ എന്നറിയാൻ താല്പര്യപ്പെടുന്നു. ഇവിടെ വന്നതിൽ ശരിക്കും പറയുവാണെങ്കിൽ രജത് സാർ, നിങ്ങളെ കണ്ട ഉടൻ തന്നെ ഈ ഷോ ഹിറ്റായതിന് നിങ്ങളും ഒരു പ്രധാന കാരണമാണ് സാർ. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ഷോസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഹാർട്ട് ബീറ്റ് വളരെ വേഗത്തിലാണ് തുടിക്കുന്നത്. എന്നെ വിളിച്ചതിന് നിങ്ങൾക്കും ജനങ്ങൾക്കും വളരെയധികം നന്ദി പറയണമെന്ന് വിചാരിക്കുന്നു. വളരെയധികം നന്ദി സാർ. നിങ്ങളുടെ കയ്യടികൾ നിർത്താൻ പാടില്ല, കാരണം ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഒരു പ്രശസ്തനായ പത്രപ്രവർത്തകനാണ്. പല സെലിബ്രിറ്റികളെയും പല ഫിലിം സ്റ്റാർസിനെ ഇദ്ദേഹം ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എല്ലാവരെ പറ്റി നന്നായിട്ട് അറിയാം. പ്ലീസ് വെൽക്കം ശശി ശനി. നമ്മുടെ ആപ്കി അദാലത്തിൽ ഇന്ന് ചോദ്യങ്ങളും വിചാരണയും തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് നമ്മുടെ ഫേവറേറ്റ് ജഡ്ജിയോട് വിചാരണ തുടങ്ങാനുള്ള അനുവാദം ചോദിക്കാം. വഴക്ക് തുടങ്ങട്ടെ. ഇദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ ധാരാളം കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി. വരൂ, ആപ്കി അദാലത്തിൽ നമുക്ക് വിചാരണ തുടങ്ങാം. സൂപ്പർ സ്റ്റാർ രവി കൃഷ്ണന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഭോജ്പൂരി പടങ്ങളുടെ സൂപ്പർ സ്റ്റാർ രവി കൃഷ്ണന്റെ മേലുള്ള കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം ലക്ഷ്യത്തിന് വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടുന്ന ആളാണ്. രവികൃഷ്ണൻ സാർ, ഞങ്ങൾക്ക് താങ്കളുടെ ചൈൽഡ്ഹുഡിനെ പറ്റി പല കാര്യങ്ങളും അറിയാം. ഏകദേശം 7-8 വയസ്സ് തൊട്ട് തെരുവിൽ ഏത് ജാഥ വന്നാലും അതിനു മുന്നിൽ ഡാൻസ് കളിക്കാൻ വേണ്ടി പോകുമെന്ന് കേട്ടു. ആ ഡാൻസ് കളിക്ക് ഒരു പരിധിയില്ലെന്നും കേട്ടു. രാംലീലയില് സീതയുടെ റോൾ താങ്കൾക്ക് ലഭിച്ചു. പക്ഷേ അമിതാഭ് ബച്ചൻ ആകണമെന്ന് താങ്കൾ സ്വപ്നം കണ്ടു. രജത് സാർ, നിങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ തോണ്ടിയെടുത്തിട്ട് വന്നിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. അതെ, സംഗീതത്തിൽ എനിക്ക് അമ്മ ഭഗവതിയുടെ കരുണയുണ്ടായിരുന്നു. സംഗീതം, അതായത് മ്യൂസിക് കേട്ടാൽ തന്നെ എൻ്റെ കാല് താനെ ആടും. അത് എവിടെ നടന്നാലും, കല്യാണമാകട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവട്ടെ, ഞാൻ നാണിക്കൊന്നുമില്ല, ഇറങ്ങി ആടാൻ തുടങ്ങും. അവിടെ അങ്ങനെയൊക്കെ സംഭവിച്ചു. പിന്നെ രാംലീലയിൽ ആ കലകളും പുറത്തു വരാൻ തുടങ്ങി. പിന്നീട് രാംലീലയിൽ സീത റോൾ കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ സാരിയാണ് എടുത്തുകൊണ്ട് പോവുക. അച്ഛൻ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അതായത് ഞാൻ ആ നാടകത്തിൽ ചെന്ന് ആട്ടക്കാരിയെ പോലെ കളിക്കാന്ന് പറഞ്ഞ് എന്നെ അച്ഛൻ ഒരുപാട് അടിച്ചിട്ടുണ്ട്. വീട്ടിലും അങ്ങനെ പറയാ. അച്ഛന് അപ്പോൾ അറിയില്ലായിരുന്നു ഈ ദേശം ആട്ടക്കാരിയാണ് സൂപ്പർ സ്റ്റാർ ആക്കാൻ പോകുന്നതെന്നുള്ള കാര്യം. ഞാൻ ഇത്രയും വലിയ ആക്ടറാവുമെന്ന് അച്ഛന് അറിയില്ലായിരുന്നു. ആംബീഷ്യസ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കാരണം ഞാൻ ജീവിച്ചതിനെ ഒരു ചെറിയ വീട്ടിലായിരുന്നു. ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിലെ ആളായിരുന്നു. എൻ്റെ അച്ഛൻ അമ്പലത്തിലെ നമ്പൂതിരിയും. അച്ഛൻ്റെ ആ പൊട്ടിപ്പോയ സൈക്കിളും കീറിപ്പോയ മുണ്ടും കണ്ടൊക്കെയാണ് ഞാൻ വളർന്നത്. അമ്മ പുതിയ സാരി കെട്ടി ഞാൻ കണ്ടിട്ടേയില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു പുതിയ വീടും അമ്മയ്ക്ക് വേണ്ടി ഒരു പുതിയ സാരിയും വാങ്ങണമെന്ന് ഞാൻ വിചാരിച്ചു. അച്ഛന് പുതിയ മുണ്ട് വാങ്ങിക്കൊടുക്കാൻ, പുതിയ വീട് വാങ്ങാൻ വേണ്ടിയും പുതിയ സാരി വാങ്ങാൻ വേണ്ടിയും താങ്കൾ ദീപാറിൽ അഭിനയിച്ച അമിതാഭ് ബച്ചനെ പോലെ ആകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതെ, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. എന്റെ കുടുംബത്തിന് ഒരു നല്ല ജീവിതം കൊടുക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് തീരുമാനിച്ചു. റൗഡി ആകാനും തയ്യാറായിരുന്നു. അതെ, എന്ത് വേണമെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്റെ മൈൻഡ് മുഴുവനും ഒരേ ചിന്തയായിരുന്നു. ഞാൻ അവരെയാണ് എപ്പോഴും ദൈവമായി കരുതുന്നത്. ഞാൻ ദൈവത്തെ കണ്ടിട്ടില്ല. എന്റെ സ്വപ്നത്തിൽ ഞാൻ അവരെ അലങ്കരിച്ച് കാണണമെന്ന് വിചാരിച്ചു, ആ ഒരു അവസ്ഥ മാറ്റാൻ വേണ്ടി. പക്ഷെ മറ്റൊരു കാര്യവും ഞാൻ അറിഞ്ഞു, അമ്പലത്തിലേതോ മോഷണം നടത്തിയെന്ന്. അതെ, ഞാൻ ദൈവത്തിന്റെ കുട്ടിയാണ്.
ആ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹനുമാന്റെ അമ്പലത്തിൽ ശനിയാഴ്ചയൊക്കെ ആയ കുറേ കാശൊക്കെ ഇടും. അവിടെ ഞാൻ അമ്പലം ചുറ്റി വരും. അവിടെ കോയിൻസ് ഒക്കെ ഒട്ടി വെച്ചിട്ടുണ്ടാവും. 10 പൈസ, 5 പൈസ, 20 പൈസ എല്ലാം ഒട്ടി വെച്ചിട്ടുണ്ടാവും. ആ സമയത്തൊക്കെ അതൊക്കെ വലിയ കാര്യമല്ലേ. അതുകൊണ്ട് ഓരോ റൗണ്ട് അടിക്കുമ്പോഴൊക്കെ ഒരു കോയിൻസ് ഞാൻ എടുത്തേക്കും. പിന്നെ ചുമരിൽ കുങ്കുമം ഒട്ടി വെച്ചിട്ടുണ്ടാവും. അതിലും കോയിൻസ് ഒട്ടി വെച്ചിട്ടുണ്ടാവും. അതും ഞാൻ എടുത്തേക്കും. അതോടൊപ്പം അച്ഛന്റെ കടയിൽ നിന്നും പണം താങ്കൾ മോഷ്ടിക്കുമെന്ന് അറിഞ്ഞു. ആ അതെ അതെ, അച്ഛന്റെ പാൽ ഷോപ്പ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെയും കാശൊക്കെ മോഷ്ടിച്ചിട്ടുണ്ട്. അതിന് വല്ല അടിയും വല്ല കിട്ടിയോ? അതെ അതെ, നല്ല അടി കിട്ടും. എന്റെ അച്ഛൻ ലെതർ ബെൽറ്റാണ് വെച്ചിരുന്നത്. അതുകൊണ്ട് എന്റെ അച്ഛൻ നല്ല അടി അടിക്കും. ആ അടി വാങ്ങിയതുകൊണ്ടാണ് ഞാൻ നന്നായതെന്ന് വേണം പറയാൻ. രവികൃഷ്ണൻ സാർ ഒരു പൂജാരിയുടെ മകനാണ്, എന്നിട്ടും കള്ളം പറഞ്ഞു, മോഷ്ടിക്കുകയും ചെയ്തു. അതിനുശേഷം വളരെ നിശബ്ദമായി മുംബൈയിലേക്ക് സ്റ്റാർ ആകാൻ വേണ്ടി എത്തി. അങ്ങനെ വന്നതിന്റെ കാരണം അന്ന് എന്റെ അച്ഛൻ എന്നെ നല്ലോണം വിട്ടടിച്ചു. സീതാറോള് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്റെ അച്ഛന്റെ കയ്യിൽ നല്ലോണം കുടുങ്ങി. എന്റെ അച്ഛനാണെങ്കിൽ നല്ല ദേഷ്യം വരും. എന്നെ അടിച്ചൊരു വഴിയാക്കി എന്ന് വേണം പറയാൻ. അത് കണ്ട വിഷമത്തിൽ എൻ്റെ അമ്മ എനിക്കൊരു 500 രൂപ തന്നു. നീ ഇവിടെ തന്നെയാണെങ്കിൽ ജീവിക്കില്ല, ട്രെയിൻ കയറി എങ്ങോട്ടെങ്കിലും പോകാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഓടി വന്നത്. അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എന്നെ അടിച്ച് കൊന്നിട്ടുണ്ടാകും. അപ്പൊ അന്ന് അടി കിട്ടിയത് നന്നായി അല്ലേ? അതെ അതെ, അന്ന് എന്നെ അച്ഛൻ അടിച്ചത് കറക്റ്റാണ്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലിരുന്ന് ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു. താങ്കൾ ആദ്യമായി മുംബൈയിലേക്ക് വന്നെത്തിയപ്പോൾ താങ്കൾ മിഥുൻ ചക്രവർത്തിയെ പോലെ ആകണമെന്ന് ആഗ്രഹിച്ചെന്ന് കേട്ടു. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എനിക്കിപ്പോ നല്ല മുടിയുണ്ടായിരുന്നു. എല്ലാരും എന്നെ കാണുമ്പോൾ അച്ഛനെ പോലെയാണെന്ന് തന്നെ പറയും. ഞാൻ അപ്പോഴാണെങ്കിൽ ഒന്ന് ചെരിഞ്ഞാണ് നടക്കുക. ചെറിയ കാര്യം പോലും ഒച്ചരെ സംസാരിക്കൂ. അന്ന് എനിക്ക് തോന്നിയത് എനിക്കത്ര ഭംഗിയൊന്നുമില്ല. ഞാനും മിഥുൻ ചക്രവർത്തിയും ഒരേ രകമാണെന്ന് വിചാരിച്ചു. അതായത് ഇദ്ദേഹവും നമ്മളെ പോലെയാണ്. ഒരുപക്ഷെ ഞാൻ അദ്ദേഹത്തിന് ഫാനായി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ജോലി കിട്ടുന്നൊക്കെ വിചാരിച്ചു. ഇപ്പോൾ ജനങ്ങളുടെ ചിന്താപ്രകാരം അദ്ദേഹം ഒരു വലിയ സൂപ്പർ സ്റ്റാർ ആണ്. അങ്ങനെ അദ്ദേഹത്തെ കോപ്പി ചെയ്താൽ എങ്ങനെയാ ജോലി കിട്ടുക? എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യണമെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. മിഥുൻ സാർ എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പോഴും എനിക്ക് വളരെ ഇഷ്ടമാണ്. വൺ ഓഫ് ദി ഫൈനസ്റ്റ് ആക്ടർ വി ഹാവ്. ഡിസ്കോ ഡാൻസർ. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ എല്ലാ സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇത് നന്നായി അറിയാം. ഞാനും അവരും നല്ലൊരു ഫ്രണ്ട്സ് ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ പോലെ ഒരു ആക്ടറെ കാണാൻ പറ്റിയില്ല. താങ്കൾക്ക് എങ്ങനെയാണ് റോൾസ് ഒക്കെ കിട്ടാൻ തുടങ്ങിയത്? അത് എങ്ങനെയാ കിട്ടിയെന്ന് വെച്ചാൽ, ഇമ്രാൻ ഖാലിദ് എന്ന ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹം ഷെട്ടി മാസ്റ്റർ എന്ന് പറയുന്ന ഡയറക്ടറിന്റെ മകനാണ്. അദ്ദേഹം ഒരു പഴയ വില്ലനാണ്. അദ്ദേഹത്തിന്റെ മകൻ റിതേഷ് ഷെട്ടി. അദ്ദേഹം പറഞ്ഞു, പീതാംബരൻ എന്നൊരു പടമുണ്ട്, ഞങ്ങൾ ആ പടം എടുക്കാൻ പോവുകയാണ്, എന്നോടും ഒരു ക്യാരക്ടർ ചെയ്യാൻ പറഞ്ഞു. ഞാനും ചെയ്തു. പക്ഷേ പടം വളരെ ഫ്ലോപ്പായി. പിന്നീട് ഞാനും ഒരുപാട് പടങ്ങളൊക്കെ ചെയ്തു. പക്ഷേ എല്ലാ പടങ്ങളും ഫ്ലോപ്പായി. ഞാനപ്പോൾ പാന്ത്രയിലായിരുന്നു. ഒരു 10-12 റൂമിലായിരുന്നു സ്റ്റേ ചെയ്തിരുന്നത്. അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ വളരെയധികം കഷ്ടത്തിലായിരുന്നു. പക്ഷേ പടം ചെയ്യണമെന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് കജോലിനോടൊപ്പം ഉദാർ ഹി സിന്ദഗി എന്ന പടം ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടി. അതിൽ മോഷ്മി ചാറ്റർജിയും അഭിനയിച്ചിരുന്നു. എൻ്റെ ഗുരു എനിക്ക് കന്നഡ പടങ്ങളാണ് ഒരുപാട് തന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് പഠിച്ചു. അവിടെ നിന്നാണ് ഇതൊക്കെ തുടങ്ങിയത്. ആ പടങ്ങളും ശരിക്കും ഓടിയിട്ടില്ല. പിന്നെ ഒരു ആർമി സിനിമ ഒന്ന് കിട്ടി. അതിൽ ഷാറുഖ് ഖാൻ, ശ്രീദേവിയൊക്കെ അഭിനയിച്ചിരുന്നു. ആ പടവും ഓടിയിട്ടില്ല. പിന്നീട് മിഥുൻ ചവാനോടൊപ്പം ഒരു പടം അഭിനയിച്ചു. എനിക്കപ്പോൾ ഒരുപാട് സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ഈ പ്രൊഡ്യൂസേഴ്സും ശരിക്കുള്ള കാശൊക്കെ തരില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവർ എങ്ങനെ തരാന്ന് പക്ഷേ ജോലി മാത്രം ആ എന്നോട് കാശ് വേണോ അല്ലെങ്കിൽ ജോലി വേണോ ചോദിക്കും. ഒരുപക്ഷെ കാശില്ലെങ്കിൽ ജോലിയില്ലെന്ന് പറയും. അപ്പം ഞാൻ പറയും, ജോലി തരൂ, കാശ് വേണ്ട എന്ന്. അറ്റ്ലീസ്റ്റ് വന്നു പോകാനെങ്കിലും കൺവിൻസെങ്കിലും തരുമെന്ന് പറഞ്ഞ് അതിനോട് ചോദിച്ചിട്ടുണ്ട്. ഇതുപോലെ ഞാൻ എന്ത് വേണമെങ്കിലും നടക്കട്ടെ, പക്ഷെ ജോലി മാത്രം തരാൻ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എപ്പോഴാണ് താങ്കൾക്ക് ജനങ്ങൾ താങ്കളുടെ അഭിനയം അംഗീകരിക്കാൻ തുടങ്ങിയതായിട്ട് തോന്നിയത്? അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമോ? സതീഷ് കൗശിക് പറഞ്ഞ എന്നൊരാളുണ്ട്. അദ്ദേഹം ഇപ്പം മരിച്ചു. പക്ഷേ അദ്ദേഹമാണ് തേരണം എന്ന പടത്തിന് വേണ്ടി എന്നെ വിളിച്ചത്. നിങ്ങളുടെ ഷോർട്ടിൽ തന്നെ അത് വന്നു. കാരണം സൽമാൻ ഖാന്റെ പടമാണ്. ഞാൻ ആ പടത്തിൽ പണ്ഡിറ്റ് റോൾ ചെയ്തിരുന്നു. അതിലെനിക്ക് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ക്യാരക്ടർ പ്ലസ് നാഷണൽ അവാർഡ് നോമിനേഷനിൽ വന്നിരുന്നു. അതിനുശേഷം ജനങ്ങൾ എന്നെ ആരാണെന്ന് തിരിച്ചറിയാൻ തുടങ്ങി. എന്നിട്ടും എനിക്ക് ഒരു നല്ല ജോലി കിട്ടിയില്ല. അതിനുശേഷം ഞാൻ ഒരുപാട് സിനിമകൾ അഭിനയിച്ചു. എന്നിട്ട് പിന്നെ എനിക്ക് തോന്നിയത് ഹിന്ദിയിൽ എനിക്ക് സെറ്റാവില്ല. പിന്നെ ഇവിടെ ഒരുപാട് പേരുണ്ട്, എല്ലാവരും ഹിന്ദിക്കാരാണ്. പിന്നീട് ഞാനിവിടെ ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ മറക്കാൻ വേണ്ടി ഞാൻ ശുക്ല എന്ന സർനെയിം പോലും അതിന് എടുത്തു. അതിനുശേഷം താങ്കൾ കാസ്റ്റിംഗ് കൗച്ച് പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്തതായിട്ടും കേട്ടു. അതെ അതെ രജത് സാർ, അപ്പപ്പോ ഇതുപോലെയൊക്കെ സംഭവിക്കില്ലേ. ഞാനിപ്പോൾ അവിടുന്ന് ഓടി വന്നു, വളരെ സേഫ്റ്റിയായി എത്തി. അവിടെ ഞാൻ കുടുങ്ങിയിട്ടില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ചില കാര്യങ്ങൾ ന്യായമായ രീതിയിലും ചെയ്യണം. കാരണം എൻ്റെ അച്ഛനെന്നെ പഠിപ്പിച്ചതും അങ്ങനെയാണ്, നല്ല വഴിയിൽ പോകണമെന്ന്.
അപ്പോഴാണ് ഒരു ഉറച്ച തീരുമാനമുണ്ടായത്, ഷോർട്ട് കട്ട്സിൽ പോകാൻ പാടില്ല എന്ന്. എന്റെ ജീവിതത്തിൽ ഞാൻ ഷോർട്ട് കട്ടിനെ കുറിച്ച് ഒരിക്കലും ആലോചിച്ചിട്ടേയില്ല. ഞാൻ ഷോർട്ട് കട്ടിൽ പോകാൻ പാടില്ലെന്ന് തീരുമാനിച്ചു. ഞാൻ ടാലന്റ് ആണെങ്കിൽ നന്നായി അറിയാം. എന്റെ ജീവിതത്തിൽ നടന്നത് എന്താണെന്ന് വെച്ചാൽ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ആക്ടേഴ്സായി. അക്ഷയ് കുമാർ അപ്പോഴാണ് വന്നത്, അജയ് ദേവഗൻ അപ്പോഴാണ് വന്നത്, 90s എന്റെ കൂടെ കുറേ പേരുണ്ടായിരുന്നു. ഇപ്പോൾ അവരും സ്റ്റാറായി. പക്ഷേ എനിക്കും ഒരു ദിവസം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. സൂര്യൻ ഒരു ദിവസം എനിക്ക് വേണ്ടി ഉദിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പോസിറ്റീവ് ചിന്തിക്കുന്ന ഒരാളാ. അത് മാത്രമല്ല രജത് സർ അതേപോലെ നടന്നു. പക്ഷേ ഒരുപാട് പക്ഷേ പ്രശ്നങ്ങൾ. എന്ത് പറ്റിയെന്ന് താങ്കൾ പൂർണ്ണമായും പറഞ്ഞിട്ടില്ല. അവരാരാണ്? അതറിയാൻ നിങ്ങൾക്ക് അധികം താല്പര്യമുണ്ടല്ലേ? അത് പിന്നെ രജത് സാർ, അത് ജീവിതത്തിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം നടക്കും. നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകും. ഇനി നടക്കും അല്ലെങ്കിൽ നടക്കാതെയും ഇരിക്കാം. നമ്മളെല്ലാവരും മനുഷ്യരല്ലേ. ബട്ട് എന്നെ കൊണ്ട് പേരൊന്നും പറയാൻ പറ്റില്ല. കാരണം അവരൊക്കെ വലിയ ഫേമിലുള്ള ആൾക്കാരാണ്, വലിയ വലിയ സെലിബ്രിറ്റീസാണ്. നല്ല കാലം ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു, അവിടുന്ന് എസ്കേപ്പ് ആയെന്ന് വേണം പറയാൻ. അതായത് ഞാൻ തീരുമാനിച്ചത് എനിക്ക് സിനിമ എന്നെ വേണ്ട എന്നാണ്. എന്നെ അവർ വിളിച്ചു കോഫി കുടിക്കാൻ. പക്ഷെ ഞാൻ പറഞ്ഞു കോഫി ഡേ ടൈമിലല്ലേ കുടിക്കുക എന്ന്. സോ ഞാൻ അവിടുന്ന് പുറപ്പെട്ടു. ഞാൻ അവിടെ കുടുങ്ങിയില്ല. അപ്പോ രഹസ്യങ്ങൾ പുറത്തു വരുന്നത് കൊണ്ട് ഒരു കാര്യം താങ്കൾ പറയുക, അതായത് താങ്കളെ കണ്ടോണ്ട് അല്ലെങ്കിൽ താങ്കളുടെ ശരീരം കണ്ടോണ്ട് ജിഗിലു ആകാനുള്ള ഓഫർ കിട്ടിയെന്ന് കേട്ടു. അത് പിന്നെ ഹേ റാം, ദയവേത് എന്നോടൊന്നും ചോദിക്കല്ലേ. ഇപ്പൊ എന്റെ പൊസിഷൻ മാറി. ലൈഫിൽ ഇതുപോലെ ഒരുപാട് ഓഫറുകളൊക്കെ വന്നുകൊണ്ടിരുന്നിരുന്നു. സ്ട്രഗിൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ കുറെ എണ്ണം കാണേണ്ടി വരും. എല്ലാവരും ഇതിൽ പെട്ടുകഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഞാൻ എല്ലാവരുടെ അടുത്തും ഒറ്റൊരു കാര്യം മാത്രമേ റിക്വസ്റ്റ് ചെയ്യുള്ളൂ. എല്ലാവരും ജീവിതത്തിൽ കഷ്ടപ്പെടുമ്പോൾ എവിടെയും ചെന്ന് പെട്ടുപോകരുത്. ആത്മവിശ്വാസം എപ്പോഴും വേണം. എനിക്ക് എന്നോട് നല്ല വിശ്വാസമുണ്ടായിരുന്നു. ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി ഞാൻ എവിടെയും കോംപ്രമൈസ് ചെയ്തിട്ടേയില്ല. ചാൻസിന് വേണ്ടി ഞാൻ ആരോടും കെഞ്ചിയിട്ടേയില്ല. അതുകൊണ്ടാണ് ഈ ദേശം മുഴുവൻ എന്നോട് സ്നേഹം കാണിക്കുന്നത്. ഈ ലോകവും എന്നെ രവികൃഷ്ണനായി കാണുന്നത്. നന്ദി. രവികിഷൻ സാർ, താങ്കളെ പല രീതിയിലും തെറ്റായ മാർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പലരും ശ്രമിച്ചെന്ന് ഞാൻ കേട്ടു. പക്ഷേ താങ്കൾ അങ്ങനെയുള്ള വഴികളിലൊന്നും പോയില്ല. അതുകൊണ്ട് ഇന്ന് താങ്കൾ ഈ സ്ഥിതിയിൽ എത്തിയിരിക്കുകയാണ്. എങ്ങനെ ഇത് സാധ്യമായി? സയ അമർ എന്ന ഒരു പടമുണ്ടായിരുന്നു. മോഹൻ സാറും പ്രസാദ് സാറുമാണ് എനിക്കത് ഓഫർ ചെയ്തത്. ആ സമയത്ത് ഞാൻ ആ സിനിമ ചെയ്തു. പിന്നീട് കോൾ ചെയ്ത് ചോദിക്കുമ്പോൾ ഭോജ്പൂരി സിനിമയാണെന്ന് പറഞ്ഞു. ആ സിനിമയൊക്കെ ആരാ കാണുകയെന്ന് ചോദിച്ചു. അപ്പോൾ ഭോജ്പൂരി ഇൻഡസ്ട്രിയൊക്കെ അടച്ചു. ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയി. ഞാൻ അപ്പം തന്നെ അമ്മയെ വിളിച്ചു. എന്റെ നാട്ടിലുള്ള ഒരു നമ്പറിലേക്കാണ് വിളിച്ചത്. അമ്മയെ കേൾക്കുന്നുണ്ടോ? ഒരു സിനിമ ഉണ്ട്, ഭോജ്പൂരി സിനിമയാണ്, 75,000 തരുമെന്ന് പറഞ്ഞു. ഞാൻ ചെയ്യണോ വേണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു. ഞാനപ്പോൾ അമ്മയോട് ചോദിച്ചു, ഭോജ്പൂരി സിനിമയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇന്ത്യയിൽ എന്നെ ആരാ നോക്കുകയെന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, സാരല്ല മോനെ, ഗ്രാമത്തിലെ ജനങ്ങൾ കാണുമെന്ന് പറഞ്ഞു. ആരും കണ്ടില്ലെങ്കിലും ഗ്രാമത്തിലെ ജനങ്ങൾ ഇരുന്ന് കാണും. ഭോജ്പൂരി മനസ്സിലാവില്ലേ? വരെ വാ. എല്ലാരും ഹർ ഹർ എന്ന് പറയോ, 2 കൈ ഉയർത്തി പറയോ. നമ്മ പാർവതി പതേ ഹറ ഹറ. അതന്നെ. അപ്പോ അമ്മ എന്നോട് പറഞ്ഞത് ഗ്രാമത്തിലുള്ളവരൊക്കെ കാണുമെന്ന്. പിന്നീട് ഞാൻ ആ സിനിമ ചെയ്തു. പിന്നെ രജത് സാർ, അത് എല്ലാം ശിവന്റെ അനുഗ്രഹമാണ്. പിന്നീട് ആ സിനിമ ഒരു വലിയ ഹിറ്റായി. അന്ന് മുതൽ സൂപ്പർ സ്റ്റാർ എന്ന എന്റെ യാത്ര ആരംഭിച്ചു. പിന്നെ എന്റെ ഭോജ്പൂരി പടത്തിന് വേണ്ടി എനിക്ക് നാഷണൽ അവാർഡിന് കിട്ടി. ഭോജ്പൂരി സിനിമയ്ക്ക് ആദ്യമായിട്ടാണ് അതുപോലത്തെ ഒരു അവാർഡ് കിട്ടിയത്. പിന്നെ രജത് സാർ, ഭോജ്പൂരി ഭാഷയിലും നല്ല സിനിമകളുണ്ടെന്ന് എനിക്ക് എല്ലാവരെയും കാണിക്കാൻ പറ്റി. അത് മാത്രമല്ല, ഈ സിനിമ മുഖേന എനിക്ക് നാഷണൽ അവാർഡും കിട്ടി. ഉദിത് നാരായണൻ സാറാണ് ആ പടം പ്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം ഒരുപാട് സിനിമകൾ ഉണ്ടായി. പണ്ഡിറ്റ് സാർ ഒരു സിനിമ ചെയ്തു, അതും ഭയങ്കര ഹിറ്റായി. അതിനുശേഷം വേറൊരു 2 പടം മുഖേന മനോജ് തിവാരി സാർ വന്നു. അതിനുശേഷം ഭോജ്പൂരി ഇൻഡസ്ട്രി ഒരു നല്ല ഉയരത്തിലേക്ക് എത്തി. എത്രത്തോളം ഉയരങ്ങളിൽ പോയി എന്നുള്ള കാര്യം ഈ ക്ലിപ്പുകളിൽ തന്നെ ഞങ്ങൾ കണ്ടു. ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും ഉണ്ടാവണ്ടേ സാർ. പക്ഷേ താങ്കളുടെ അച്ഛൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് താങ്കൾ വരാൻ പാടില്ലെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇതുപോലെ താങ്കൾ സക്സസ് ആയതിനു ശേഷം അദ്ദേഹം അതൊക്കെ കണ്ടോ? എന്റെ ഉയർച്ച കണ്ടതിന് ശേഷം എന്റെ അച്ഛന്റെ കഷ്ടങ്ങളെല്ലാം മാഞ്ഞുപോയി. ലോണിലുണ്ടായിരുന്ന വീടും ഞങ്ങൾ തിരിച്ചെടുത്തു. പിന്നീട് ആ ചെറിയ വീട് വലിയ ബംഗ്ലാവായി മാറി. വണ്ടി വന്നു, നല്ല ഡ്രസ്സസ് വന്നു, നാട്ടുകാരെല്ലാം കാണാൻ വന്നു, നല്ല ബഹുമാനം കിട്ടി. കടം മുഴുവനും ഇല്ലാതെയായി. അനിയൻ, അനിയത്തി എല്ലാവർക്കും കല്യാണം കഴിഞ്ഞു. എല്ലാവർക്കും നല്ല വീടുകൾ കിട്ടി. രാത്രിയും പകലും ഞാൻ പെട്ട കഷ്ടങ്ങൾക്ക് എല്ലാം അതിന് പകരം ഒരു വലിയ കുടുംബം തന്നെ സെറ്റിലായി. താങ്കൾ എപ്പോഴെങ്കിലും
താങ്കളുടെ അച്ഛന് താങ്കളുടെ സിനിമകൾ ഇട്ട് കാണിച്ചിട്ടുണ്ടോ? അതായത് ഈ പടം ജീന എഗ്ദോ ടോട്ടൽ. ആ അതെ, ജീന എക് ഡോട്ട് ഡോത്ത് എന്നൊരു സിനിമയുണ്ടായിരുന്നു. ഞാൻ ആ സിനിമയെ അച്ഛനെ കാണിച്ചു. പക്ഷെ അദ്ദേഹം എന്നെ കണ്ട് വളരെ അത്ഭുതപ്പെട്ടു. ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. അതുമാത്രല്ല, ഇവൻ എൻ്റെ മകനോടൊന്ന് എല്ലാവരോടും ചോദിച്ചു അത്രേ. അദ്ദേഹം വിചാരിച്ചത് അദ്ദേഹം ഒരു നമ്പൂതിരിയാണ്, എൻ്റെ വീട്ടിൽ ഇതുപോലത്തെ ഒരു ഹീറോയാണെന്നോ എന്ന് വിചാരിച്ചു കാണും. അദ്ദേഹം എന്നെ വളരെ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. തനിക്ക് ദൈവം തന്നെ വന്ന് ജനിച്ചു എന്ന് വിചാരിച്ചു. പിന്നീട് അദ്ദേഹം പോയി. അദ്ദേഹം എൻ്റെ ഗുരുവാണ് സാറേ. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഗുരു എന്നൊരാളുണ്ടെങ്കിൽ ഞാൻ ഗുരുവെന്ന് വിചാരിക്കുന്നത് എൻ്റെ അച്ഛനെ മാത്രമാണ്. അദ്ദേഹം വലിയൊരു ജ്ഞാനിയാണ്. അല്ലല്ല, അദ്ദേഹം സിനിമ കാണുന്ന സമയത്ത് എന്റെ മകൻ എന്തുകൊണ്ടാണ് ഇത്രയും തെറ്റായിട്ട് സംസാരിക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചോ? 452 മോശം വാക്കുകളുണ്ട്. ആ ഏത് സിനിമയാ? 452 ഉണ്ടാകും, പറഞ്ഞിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു സിനിമയില്. അത് പിന്നെ സാർ, അന്നൊന്നും രാഷ്ട്രീയക്കാരനല്ല. ഞാനന്ന് വെറും ആർട്ടിസ്റ്റ് മാത്രമായിരുന്നു. അന്ന് ഞാൻ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പൊ ഞാൻ എല്ലാം അവോയ്ഡ് ചെയ്തു. ഇപ്പൊ ഞാൻ അതിന് പകരം ആൾട്ടർനേറ്റീവ് വേർഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതിന് പകരം ഇത്. അതിനു മുമ്പൊക്കെ ഞാൻ വളരെ ഫയർ ആയിരുന്നു. ജീവിതത്തിൽ ജോലി കിട്ടാതെ നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ആരെങ്കിലും എന്നെ അത് ഇത് ചെയ്യുന്ന എന്ത് പറഞ്ഞാലും ശരി, ജീവനോടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. കുറേ പേരുടെ ജീവിതം ഞാൻ രക്ഷിക്കാനും ശ്രമിച്ചു. അതുകൊണ്ട് ഞാൻ അവർ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യുമായിരുന്നു. കാരണം എൻ്റെ അടുത്ത് അപ്പോൾ വേറെ വഴിയില്ല. ഇപ്പോൾ എനിക്ക് എല്ലാം കിട്ടി, പക്ഷേ എനിക്ക് വയസ്സുമായി. പിള്ളേരെല്ലാം വലുതായി. അവർക്കെല്ലാം മനസ്സിലാവുന്നതുകൊണ്ട് ഹീറോയ്ക്കൊന്ന് ചില പ്രധാനപ്പെട്ട കടമകളുണ്ട്. അത് നമ്മൾ വേണം നോക്കാൻ. സമൂഹത്തിനും നമ്മൾ ഉത്തരം പറയണം. ഹീറോ അവനായി ഒരു വഴി ഉണ്ടാക്കണം. ഹീറോ ഷുഡ് നോട്ട് ഡു ദിസ്, ഹീറോ ഷുഡ് നോട്ട് ഡു ദാറ്റ്, ബിക്കോസ് ഹീ ഈസ് എ ഹീറോ. ഹീറോയ്ക്കൊന്നൊരു തനി ബഹുമാനമുണ്ട്. ഞാനത് ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. അതിനെ വളരെ ചിന്തയോടു കൂടിയും വളരെ കരുത്തോടു കൂടിയും വേണം കൊണ്ടുപോകാൻ. ഇപ്പോഴൊക്കെ ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പോഴൊക്കെ ഞാൻ വളരെ നിശബ്ദനാണ്. പറഞ്ഞാലും താങ്കളെ കണ്ടാൽ അങ്ങനെ തോന്നുന്നില്ല. നിങ്ങൾ എന്നും പുതുതായി വിടർന്നൊരു പൂ പോലെയാണ് നിൽക്കുന്നത്. അതായത് ഈ യുവത്വം ഒരിക്കലും നിങ്ങളെ വിട്ടു പോകുന്നില്ല. ഈ യൂത്ത്ഫുൾനെസിന്റെ രഹസ്യം എന്താണെന്ന് പറയാമോ? നിങ്ങളുടെ ചോദ്യം ഒരു നല്ല ചോദ്യം തന്നെയാണ്. ആദ്യം ഞാനൊരു വെജിറ്റേറിയൻ ആണ്. ഞാൻ 1.5 മണിക്കൂർ എക്സസൈസ് ചെയ്യും. ഞാനൊരു ശിവന്റെ ഭക്തനാണ്. തെറ്റാതെ പൂജയും ചെയ്യും. ഞാൻ വളരെ കൺട്രോൾഡ് ആയിരിക്കും. എല്ലാവരെ പോലെയും നിങ്ങളുടെ അടുത്തും ഒരു ബിസിനസ് ഉണ്ടാകും. പക്ഷേ എൻ്റെ അടുത്ത് ഒരു ബിസിനസ്സും ഇല്ല. ഞാൻ തന്നെ ബിസിനസ്സാണ്. ഞാൻ തന്നെ ഒരു ഇൻഡസ്ട്രിയാണ്. അതോടൊപ്പം ഒരുപാട് പ്രൊഡ്യൂസേഴ്സിൻ്റെ പല 100 കോടികൾ എൻ്റെ മുഖത്തിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 300-400 കോടിയിൽ ഉണ്ടാകുന്ന സിനിമകൾ, വെബ് സീരീസ്, നെറ്റ്ഫ്ലിക്സിൽ അക്ഷയ് കുമാർ സാറിനോടൊപ്പം ഒരു പടം ചെയ്യുന്നുണ്ട്. എല്ലാം വലിയ വലിയ സിനിമകളാണ്. ഇപ്പോഴും എൻ്റെ മുഖത്തിന് വേണ്ടി 300-400 കോടി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ കരുതലോട് കൂടി വേണം നടക്കാൻ. ഞാൻ കാരണം പ്രൊഡ്യൂസർ നഷ്ടപ്പെടാൻ പാടില്ല. അതേപോലെ നിങ്ങളെപ്പോലെയുള്ള ഫാൻസും നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ് എന്നെ ഇതുവരെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്തേ പറ്റൂ. ഞാനൊരു കാര്യം കേട്ടിരുന്നു. അതായത് എന്റെ ശരീരം എന്റെ ഷോറൂമാണെന്ന് താങ്കൾ പറഞ്ഞതായിട്ട് കേട്ടു. അതെ, ഇത് എന്റെ ഷോറൂമാണ്. നിങ്ങളെല്ലാവരും ഇതേപോലെ നിങ്ങളുടെ ദേഹത്തെ ഫിറ്റായി വെക്കണം. എല്ലാവരെയും കാണാൻ നല്ല രസമുണ്ട്. ഫിറ്റ്നസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ജീവിതത്തിലെ ഹെൽത്താണ് ഇമ്പോർട്ടൻറ്റ്. കാശ് വരും പോകും, എല്ലാം വരും പോകും. പക്ഷെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ തീർച്ചയായിട്ടും ഒരു ബ്രേക്കിന്റെ ആവശ്യമുണ്ട്. രജത് സാറിനെ പ്രോത്സാഹിപ്പിച്ചേ പറ്റൂ. ഒരു കയ്യടി കൊടുത്തേ പറ്റൂ. ഇപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ സൂപ്പർ സ്റ്റാർ രവികിഷനോടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് തുടരാം. ഇത് നോക്കിയേ, ഇന്ന് ഞാൻ ഈ നാടിന് മുമ്പ് ഈ രവി കിഷൻ ഈ പാട്ടിന് വേണ്ടി എൻ്റെ ചെവി പിടിച്ച് ക്ഷമ ചോദിക്കുകയാണ്. ഈ ഷോവിന് പോയാൽ നിന്നെ ഒരു വഴിയാക്കി എടുക്കും എന്നോട് പറഞ്ഞിരുന്നു. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി ഭോജ്പുരി ഫിലിമിന്റെ സൂപ്പർ സ്റ്റാർ രവി കിഷൻ. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഭോജ്പുരി പടങ്ങളുടെ സൂപ്പർ സ്റ്റാർ രവികിഷന്റെ മേലുള്ള കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു പ്ലേ ബോയ് ഹീറോ ആണെന്നാണ്. രവികിഷൻ സാർ, താങ്കളുടെ ഭോജ്പുരി പടങ്ങളെല്ലാം ഹിറ്റായിരിക്കുന്നു. താങ്കളും സൂപ്പർ സ്റ്റാറായി മാറി. പക്ഷേ ഓരോ സിനിമയിലും പുതിയ പുതിയ ഹീറോയിൻ. അതാരൊക്കെയാണെന്ന് പറയട്ടെ. നഗ്മ, രംഭ, ഭാഗ്യശ്രീ, റാണി ചാറ്റർജി, മോണോലിസ, പ്രതീക്ഷ, നേഹ തിവാരി, പാക്കി ഹെഗഡെ, അഞ്ജുന സിംഗ്, സംഗീത തിവാരി. ഇവരെയൊക്കെ നിങ്ങൾ എവിടുന്നാണ് കണ്ടുപിടിച്ചു കൊണ്ടുവരുന്നത്?
കാരണം രജത് സാർ, ഞാൻ ദിവസേന 3 ഷിഫ്റ്റിലാണ് ഷൂട്ടിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം 3 പടം അല്ലെങ്കിൽ 5 പടങ്ങളിലാണ് ഷൂട്ടിംഗ് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ വളരെ ബിസി ആയിരുന്നു. ഏകദേശം 17 സിനിമകൾ ഒരു കൊല്ലത്തിൽ എൻ്റെ സിനിമകൾ റിലീസായി എന്ന് വേണം പറയാൻ. 17 സിനിമകൾ. അതുകൊണ്ട് എൻ്റെ ഫാൻസും ഞാൻ പുതിയ പുതിയ റോളുകൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അതുമാത്രമല്ല, ഞാൻ പുതിയ പുതിയ കഥാപാത്രങ്ങൾ അഭിനയിക്കണമെന്നും അവർ ആഗ്രഹിച്ചു. ഒരുപാട് ഹീറോയിൻസ് വന്നു. അവരും ആ സമയത്ത് സൂപ്പർ സ്റ്റാർ ആയിരുന്നു. വളരെ ബിസിയുമായിരുന്നു. പുതിയ പുതിയ പെൺകുട്ടികൾ വന്നു. രണ്ടാമതായി ഇൻഡസ്ട്രിയെ ഉണ്ടാക്കാൻ വേണ്ടി അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് കുറെ കലാകാരന്മാർ വേണ്ടിയിരുന്നു. അതുകൊണ്ട് ഞാൻ പുതിയ പുതിയ ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കുറെ ഹീറോയിൻസ് ഉണ്ടാകും, കുറെ ഹീറോസ് ഉണ്ടാകും. കുറെ പേരുണ്ടെങ്കിൽ ഇൻഡസ്ട്രി വലുതാകും. ഒരുപാട് പേർക്ക് ഞാൻ ജോലിയും കിട്ടുമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ഒരുപാട് പുതിയ പുതിയ പെൺകുട്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവർക്ക് ഞാൻ ട്രെയിൻ ചെയ്തു. അവരുടെ അടുത്ത് ഞാൻ ഒരു കാര്യം മാത്രം ഞാൻ ഊർജ്ജമായി പറഞ്ഞു: എല്ലാവരും യൂണിക്കായി പെർഫോം ചെയ്യണമെന്ന്. അത് വളരെ താങ്കൾ പ്രധാനമാണ്. ഭോജ്പൂരി പടത്തിന്റെ ദേവാനന്ദാണ്. ഓരോ പടത്തിലും പുതിയ ഹീറോ. താങ്കളുടെ സിനിമകളുടെ പേര്, 1-2 സിനിമകളുടെ പേര് പറയാം. കൈസൻ പിയാബാഗ ചരിത്രബാദ്, കൈസൻ, ദൂല മിലൻ ദിൽഥാർ, ദുലാമിലൻ ദിൽദാർ. കൊള്ളാം. അതോടൊപ്പം ദേവര ബഡ സത്യവാൻ. അതെ അതെ. ഇങ്ങനെയൊക്കെയുള്ള പേര് എവിടുന്നാ ഭോജ്പൂരി കണ്ടുപിടിക്കുന്നത്? സമൂഹത്തിൽ 25 കോടി ജനങ്ങളാണുള്ളത്. അത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഭോജ്പൂരി സംസാരിക്കുന്നവരും മനസ്സിലാക്കുന്നവരും 25 കോടി ജനങ്ങളാണുള്ളത്. രജത് സാർ, അത് നിങ്ങൾക്ക് തന്നെ നന്നായി അറിയാം. ഈ സമൂഹത്തിൽ വളരെ അവർക്കൊരു കുഞ്ഞ് ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ മ്യൂസിക് അവരുടെ ഒപ്പമുണ്ടാകും. അവരുടെ ജീവിതത്തിൽ ഒരുപാട് കളേഴ്സ് ഉണ്ടാകും. കല്യാണ സമയത്ത് നല്ല ചീത്തയും കിട്ടും. ഞങ്ങളുടെ കൾച്ചറിൽ ഒരുപാട് കാര്യങ്ങൾ വളരെ കളർഫുള്ളായും അത്ഭുതമായും, അതുമാത്രമല്ല ലിറ്ററേച്ചറുമുണ്ട്, നാടിനെക്കുറിച്ചുള്ള മ്യൂസിക്കുമുണ്ട്, ഗ്രാമത്തെക്കുറിച്ചുള്ള സംഗീതവുമുണ്ട്, കർഷകരെക്കുറിച്ചുള്ള സംഗീതവുമുണ്ട്. അതുകൊണ്ട് ഭോജ്പൂരി സമൂഹത്തിന്റെ സംസ്കാരം തന്നെ വളരെ കളർഫുള്ളായിരിക്കും. ഈ ഭാഷയിൽ ഒരുപാട് വാക്കുകളുണ്ടാകും. ആ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ സ്ട്രെസ്സുകളും പോയേക്കും. 2-2.5 മണിക്കൂർ എല്ലാവരുടെ സ്ട്രെസ്സും ഇല്ലാതെയാക്കി ആ സന്തോഷത്തിന് വേണ്ടിയാണ് പ്രൊഡ്യൂസറും ഡയറക്ടറും. ഇതിലെന്ത് സന്തോഷമുള്ളത്? ദേവർ സത്താലേവ, സസൂർ സത്താലേവ, ഇതുപോലത്തെ പേരൊക്കെ. ഇക്കാര്യം നമ്മളവിടെ എല്ലാവരും ഹോളി കളിക്കുന്ന പോലെയാണ്. ഇത് വെറും സമയപ്പോക്കിന് വേണ്ടി മാത്രമാണ്. അതിൽ യാതൊരു തെറ്റായ ചിന്തയും ഇല്ല. വളരെ ബഹുമാനവുമാണ്. ഏട്ടനും ഏട്ടത്തിയമ്മയ്ക്കും ഉള്ള ഒരു ബന്ധം പോലെ, അമ്മയും മോനും തമ്മിലുള്ള ഒരു ബന്ധം പോലെ. ഈ സമൂഹത്തിൽ നോക്കുവാണെങ്കിൽ ഗ്രാമത്തിലുള്ളവരാണ് വളരെ ഇഷ്ടപ്പെട്ട് കാണുക. അതുകൊണ്ട് ഡയറക്ടറും പ്രൊഡ്യൂസറും വൺലി അട്രാക്ടിങ് ഓഡിയൻസ്. സോ അതുകൊണ്ട് അവർ ടൈറ്റിൽസ് അതിനനുസരിച്ച് വെക്കും. ഞാനും അങ്ങനെയാണെങ്കിൽ താങ്കൾ ഹീറോയിൻസിനെ ടോർച്ചർ ചെയ്യുന്നില്ല എന്നല്ലേ ഹേ അർത്ഥം? ഇല്ല, അങ്ങനെയല്ല. ഞാൻ എല്ലാവരോടും വളരെ ബഹുമാനത്തോടെയാണ് പെരുമാറുക. ആൾവേസ്. ഞാൻ എപ്പോഴും സിനിമയിലെ പെണ്ണുങ്ങളെയും ഹീറോയിൻസിനെയും വളരെ ശ്രദ്ധയോടെ കൂടി ഞാൻ നോക്കും. എന്നെ സംബന്ധിച്ച ഒരു വലിയ ഒരു ശക്തി എന്ന് വേണം അവരോടൊപ്പം പറയാൻ. താങ്കൾ ഡാൻസ് കളിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് താങ്കൾ അവർക്ക് കൊടുക്കുന്ന ബഹുമാനം. പിന്നെ ഒരു സിനിമയിൽ ഭജ്പൂർ ജവാനി മേൻ തൽവാർ ചലി ബസ് മർസി ഹമാർ ചലി എന്ന് പറഞ്ഞിരിക്കുന്നു. അതെ, അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. ഭോജ്പൂരി സിനിമയിലെ ഒരു ഡയലോഗാണത്. മസ്പൂർ ജവാനി മേ തൽവാർ ചലി യഹാർ സബ് മർസി ഹവാർ ചലെ महफिल का मजा हम तरीका से लेम या मर्जी हंगार चले. അതോടൊപ്പം താങ്കൾ പാട്ടും പാടിയിരിക്കുന്നു. തോഹാർ ലഹങ്ക ഉടാപ്പേ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇത് നോക്കിയേ, ഇന്ന് ഞാൻ ഈ നാടിന് മുമ്പ് ഈ രവി കിഷൻ ഈ പാട്ടിന് വേണ്ടി എൻ്റെ ചെവി പിടിച്ച് ക്ഷമ ചോദിക്കുകയാണ്. ഈ പാട്ട് ഞാൻ പാടിയതല്ല. ഈ പാട്ട് പാടിയത് ഒന്നില്ലെങ്കിൽ ഉദിച്ചേട്ടനായിരിക്കണം, അല്ലെങ്കിൽ മനോജ് തിവാരി ആയിരിക്കും. അല്ല, ഇത് പാടിയത് ഉദിച്ചേട്ടനായിരിക്കും തോന്നുന്നത്. പക്ഷേ ഞാൻ ആ പാട്ട് പാടി, ആ പാട്ട് റിലീസാവുകയും ചെയ്തു. സെറ്റിൽ ഞാൻ 3 ഷിഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കാറിൽ ഉറങ്ങിക്കൊണ്ട് തന്നെ ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്ക് ഞാൻ പോകും. അവിടെ പോകുമ്പോൾ പാട്ട് ഓടിക്കൊണ്ടിരിക്കും. ഞാനത് പെർഫോം ചെയ്യണം. പെർഫോം ചെയ്തിട്ട് ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോകണം. ഞാനതിൽ കുറേ ഹോംവർക്ക് ചെയ്യില്ല. പക്ഷെ നിങ്ങൾ കുറേ ഹോംവർക്ക് ചെയ്യുന്നുണ്ട് രജത് സാർ. ഈ ഷോന് വേണ്ടി ഒരുപാട് കഷ്ടങ്ങളുണ്ട്. ഞാനത് മനസ്സിലാക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കുറേ പഠിക്കുകയും ചെയ്തു. ഞാൻ വളരെ സ്പോണ്ടിനിയസ് ആയ ഒരാളാണ്. ഞാൻ അത്രയ്ക്ക് ഹോംവർക്ക് ഒന്നും ചെയ്യാറില്ല. റീഡിങ്ങും വളരെ കുറവാണ്. കറക്റ്റായി ചെയ്യും. ജോലി കഴിഞ്ഞാൽ അവിടുന്ന് പുറപ്പെടുകയും ചെയ്യും. പക്ഷേ ഈ ഷോവിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ മുഴുവൻ ഭാരതവും ലോകവും കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഞാൻ പറയുന്നു, ഇദ്ദേഹം ഈ ഷോവിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, പിന്നെ അതെ, എന്റെ ഹോംവർക്ക് കാരണം മറ്റൊരു കാര്യവും മനസ്സിലാക്കി. താങ്കളുടെ എല്ലാ സിനിമകളുടെ പാട്ടിലും സാരി, ലഹങ്ക, ബ്ലൗസ് ഇതുപോലത്തെ വാക്കുകൾ തീർച്ചയായും ഉണ്ടായിരിക്കും.
രജത് സാർ, അതെല്ലാം കഴിഞ്ഞു. ഇപ്പോ ഒന്നുമില്ല, വെറും പൂജയും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. എല്ലാവരുടെ ജീവിതത്തിലും ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ഞാനും എൻ്റെ ജീവിതത്തിൽ അതുപോലത്തെ ഒരു സ്ഥാനത്തിലായിരുന്നു. ഞാൻ നവരസങ്ങളും കാണിക്കുന്ന ഒരാളാണ്, കാരണം ഞാനൊരു കലാകാരനാണ്. എൻ്റെ ഉള്ളിൽ നവരസങ്ങളുമുണ്ട്. അതോടൊപ്പം എന്നെ കാണുമ്പോൾ എല്ലാവരുടെ മുഖത്തിലും ഒരു പുഞ്ചിരി ഉണ്ടാകും. അത് എന്നെ സന്തോഷിപ്പിക്കും. ഇവരുടെ എല്ലാ കഷ്ടത്തിലും സന്തോഷത്തിലും ഞാൻ കൂടെയുണ്ടായിരുന്നു. ഇവർ കഷ്ടത്തിലുള്ളപ്പോൾ ഞാൻ ഇവർക്ക് നല്ലൊരു പ്രതീക്ഷ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതം എന്തുതന്നെയായാലും നമ്മളെല്ലാവരും ധൈര്യത്തോടെ ഇരിക്കണം. സോ അതോടൊപ്പം ഞാൻ ഇവർക്ക് നമോ പാർവതി, ഹരഹര മഹാദേവ് എന്ന പടങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഡയലോഗ്സും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാടും യൂത്തും എനിക്ക് വേണ്ടി ഒരുപാട് സ്നേഹം തന്നിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം താങ്കളിൽ ധാരാളം മാറ്റങ്ങളുണ്ടായി. അതിനുശേഷം താങ്കളുടെ പാട്ടുകളിൽ जीन्स टी शर्ट पहन के घूमे गोरिया, सूट सलवार के दिन चले गए. നീ ഈ ഷോവിന് പോയാൽ നിന്നെ ഒരു വഴിയാക്കി എടുക്കും നിങ്ങൾ പറഞ്ഞല്ലോ. രജത് സാർ, എനിക്കിതിന് മറുപടി പറയാൻ കഴിയില്ല. ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കാം. ഒരുപക്ഷെ ഞാൻ നിങ്ങളോട് താങ്കൾ പറയും. എത്ര കാര്യങ്ങൾക്ക് ഇങ്ങനെ ക്ഷമ ചോദിച്ചുകൊണ്ടേ ഒരുപാട് കാര്യമുണ്ട്, അതൊക്കെ ഞാൻ പക്ഷേ പറയണമെങ്കിൽ. ഒരു ഹീറോയിന്റെ കൂടെ താങ്കളുടെ പേര് ചർച്ചയിൽ വന്നു. പക്ഷെ അവരോടൊപ്പം താങ്കൾ 14 സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തു. നഗ്മ മാമിന്റെ കൂടെ ഒരു അഫെയർ ഉണ്ടായിരുന്നെന്ന് കേട്ടു. ഇല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്കിതിനെക്കുറിച്ച് എന്തായാലും ഒന്ന് ക്ലിയർ ചെയ്തേ പറ്റൂ. ഒരുപക്ഷെ ഒരു ഹീറോയിന്റെ കൂടെ ഒരുപാട് സിനിമകൾ ചെയ്യുവാണെങ്കിൽ എല്ലാരും അവരെ കൊള്ളാലോ, കൊള്ളാലോ, ഒരു സിനിമയും കൂടിയോ, 4 സിനിമയായല്ലോ, അപ്പൊ എന്തൊക്കെയോ ഉണ്ടെന്ന് വിചാരിക്കും. അവര് തമ്മിൽ എന്തൊക്കെയോ ഉണ്ടെന്നും പറയും. ജനങ്ങളെല്ലാവരും ആ സിനിമ കാണുമ്പോൾ അവർക്ക് തോന്നുന്നതൊക്കെ അവർ ആലോചിക്കും. ബിഗ് ബോസ് വീട്ടിൽ പോലും അടുത്ത വീട് എത്തി നോക്കുക, അടുത്ത വീട്ടുകാരുടെ കഥയെക്കുറിച്ച് പറയുക, അതൊക്കെ ഹാപ്പി ആയിരിക്കും. സത്യമല്ലെങ്കിലും ഇത്രയും പടം ചെയ്യല്ലേ, അവർ തമ്മിൽ എന്തൊക്കെയുണ്ടെന്ന് വിചാരിച്ചു പോകും. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ഇത്രയും സിനിമ ചെയ്തതിൻ്റെ കാര്യം, ഞങ്ങൾ ചെയ്ത അത്രയും സിനിമകൾ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ തമ്മിലൊരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായത്. അതോടൊപ്പം എല്ലാവർക്കും അറിയാം എനിക്ക് കല്യാണമായി എന്നുള്ള കാര്യം. അതുമാത്രമല്ല, അതായത് സാർ, ഒരു കാര്യം ജനങ്ങൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, താങ്കളുടെ യഥാർത്ഥ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ, താങ്കളുടെ വൈഫ് താങ്കളോട് ഞാനല്ലാതെ ഏതെങ്കിലും ഒരു സ്ത്രീയെ നോക്കിയാൽ കൊല്ലുമെന്ന് പറഞ്ഞതായിട്ട് പറയുന്നു. അതെ സാർ, ഞാൻ എൻ്റെ ഭാര്യ പ്രീതി ശുക്ല, എനിക്ക് അവരോട് നല്ല ബഹുമാനവുമുണ്ട്. അവരെ കാണുമ്പോൾ എനിക്ക് നല്ല പേടിയുമുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്, അവരുടെ കാലിൽ വീണിട്ടുമുണ്ട്. ഞാൻ ഉറങ്ങുമ്പോഴും ശരി, ഞാൻ കഷ്ടപ്പെടുമ്പോഴും ശരി, അവൾ എപ്പോഴും എൻ്റെ കൂടെ തന്നെയായിരുന്നു. അതിനുശേഷം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ജോലികൾ കിട്ടാൻ തുടങ്ങി. അവൾ എൻ്റെ വീട്ടിലേക്ക് വന്നത് ഒരു ലക്ഷ്മിയായിട്ടാണ്. കഷ്ടത്തിലും എൻ്റെ കൂടെ തന്നെയായിരുന്നു. എൻ്റെ അടുത്ത് കാശുമില്ല, ഒന്നുമില്ല, അപ്പോഴവൾ എൻ്റെ കൂടെ തന്നെയായിരുന്നു. ഈ കാര്യം ഇൻഡസ്ട്രിയിലെ എല്ലാവർക്കും അറിയാം. ഇവന് ഭാര്യ എന്ന് വെച്ചാൽ ജീവനാണെന്നും എല്ലാവർക്കും അറിയാം. പക്ഷേ താങ്കളുടെ ഭാര്യ താങ്കളെ ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി താങ്കളെ ബിഗ് ബോസിലേക്ക് അയച്ചെന്നുള്ള കാര്യം സത്യമാണോ? താങ്കളെ ഒരു 3-4 മാസം അടച്ചു വെച്ചാൽ ശരിയാവുമെന്ന് പറഞ്ഞതായിട്ട് കേട്ടു. എന്റെ ദൈവമേ, ഇന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഈ ഷോ കഴിഞ്ഞ് ഞാൻ എങ്ങനെ വീട്ടിലേക്ക് പോകും? അതെ, ഇത് ഗോരഖ്പൂരിലുള്ളവരെല്ലാവരും കേൾക്കണം. ഇതെല്ലാം നിങ്ങൾക്കും അറിയണം. നിങ്ങളുടെ MP-യെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ഒരു ഹീറോയെക്കുറിച്ചും ഫിലിം ഇൻഡസ്ട്രിയെക്കുറിച്ചും ഒരുപാട് ചോദ്യങ്ങൾ തോന്നിക്കൊണ്ടേയിരിക്കും. ജനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കും. പക്ഷേ ഹീറോയും ഒരു സാധാരണ മനുഷ്യനാണ്. ഹീറോയെ അഭിനയിക്കുന്നവനും വികാരങ്ങളൊക്കെ ഉണ്ടാകും. അവനും അവന്റെ കുടുംബം എന്ന് വെച്ചാൽ വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. ഭാര്യ, കുട്ടികളെന്ന ഒരുപാട് കടമകളുണ്ട്. അതേപോലെ രാജ്യസ്നേഹവും ഉണ്ടാകും. ബട്ട് എന്റെ വൈഫിന്റെ വിചാരം ഞാനും 3-4 എന്ന് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് കാശും കൂടുന്നുണ്ട്, അഹങ്കാരവും അതേപോലെ കൂടുന്നുണ്ട് എന്നാണ് വിചാരം. എനിക്കും അഹങ്കാരം ഉണ്ടായിരുന്നു, പക്ഷേ എന്റെ പെരുമാറ്റത്തിലും കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ഞാൻ കഷ്ടപ്പെടുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുക. കാശ് വരെ പിന്നെ ഇങ്ങനെയായി, പിന്നെ ചാഞ്ഞായിരിക്കുക. ഈ മനുഷ്യര് എപ്പോഴും പോലെ മാറുമല്ലോ. ഇന്നലെ വരെ യാതൊരു കുഴപ്പമില്ലല്ലോ, ഇപ്പോൾ ഒരു സിനിമ ഹിറ്റായപ്പോൾ ഗമ കൂടിയല്ലേ. ആ അഹങ്കാരം എനിക്കും വന്നു. കൊള്ളാലോ, എല്ലാ സിനിമയും എനിക്കും ഹിറ്റാവുന്നുണ്ടല്ലോ എന്നൊരു അഹങ്കാരം എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ വൈഫ് എനിക്കൊരു അഡ്വൈസ് പറഞ്ഞു. ഒരു പുതിയ ഷോ വരാൻ പോകുന്നു, ബിഗ് ബോസിന്റെ ഫസ്റ്റ് സീസൺ.
അവരെന്നോട് ആ ഷോയിലേക്ക് പോകാൻ പറഞ്ഞു. ഞാൻ പോവുകയും ചെയ്തു. ഇതുപോലത്തെ ഒരു വലിയ സെറ്റിൽ എന്നെ അടച്ചിടുകയും ചെയ്തു. ഞാൻ 3 മാസം അതിൻ്റെ അകത്തായിരുന്നു. 3 മാസം കഴിഞ്ഞ് ആ ഷോ നിന്ന് പുറത്തു വരുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ തൊട്ട് എൻ്റെ ജീവിതം ഒരു പുതിയൊരു ജീവിതമായിരുന്നു. അതിനുശേഷം ഞാൻ പോപ്പുലർ ആകുകയും ചെയ്തു, ഒരുപാട് അറിയപ്പെടുകയും ചെയ്തു. ആ ഒരു കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുകയും ചെയ്തു. ഭാര്യ, കുട്ടികളെന്ന് ആ ജീവൻ തന്നെ ഒരു സോർട്ടഡായി, വളരെ ക്ലിയറുമായി. അതിനുശേഷം ഒരു 3 മാസം കഴിഞ്ഞ് ഞാനൊരു വലിയ സ്ക്രീനിൽ നിന്ന് പുറത്തു വന്നു. എന്നെ സംബന്ധിച്ചോളം ബിഗ് ബോസിന്റെ ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റം തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ബിഗ് ബോസ് താങ്കളെ നന്നാക്കി എടുത്തെന്നാണോ? ആ ശരിക്കും പറയുകയാണെങ്കിൽ ബിഗ് ബോസ് നിങ്ങളെ നന്നാക്കി എടുക്കും. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ തന്നെ മാറും, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. കാരണം മൊബൈൽ ഉണ്ടാവില്ല, TV ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഒരു റൂമിൻ്റെ അകത്തിരുന്നു കൊണ്ട് വെറുതെ എങ്ങനെ ആലോചിക്കുക തന്നെ. തെറ്റതാണ് ശരിയതാണെന്ന് ഒരുപാട് ചിന്തകൾ ഓടിക്കൊണ്ടേ. പക്ഷേ താങ്കൾ ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് താങ്കൾ ഒരു വലിയ സ്റ്റാർ ആയിരുന്നു. അപ്പോൾ താങ്കൾ 17 സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അത് റിസ്ക് അല്ലേ? അതൊരു വലിയ റിസ്ക് ആയിരുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ പുറത്തു വരുമ്പോഴത്തേക്കും ഒരുപാട് ഹീറോസ് പുതിയതായി വരുമെന്നാണ്. അതായത് നിങ്ങൾ 2 മാസം ഫീൽഡിലില്ലെങ്കിൽ നിങ്ങളെ ഫില്ല് ചെയ്യാൻ വേണ്ടി വേറൊരാൾ കയറി വരും. അത് സ്വാഭാവികമല്ലേ. നമ്മൾ കാരണമാണ് ഇൻഡസ്ട്രി റണ്ണാവുന്നതെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചു പോരുത്. ഇതുപോലത്തെ ഒരു ചിന്തയിൽ ആരും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ കാരണം ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. ശരിക്കും പറയുകയാണെങ്കിൽ സമയമാണല്ല. ഞാനും അങ്ങനെയൊക്കെ ആയിരുന്നു. ആ റിസ്ക് ഒക്കെ ഞാനും എടുക്കുകയും ചെയ്തു. എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ആ റിസ്ക് എടുക്കേണ്ടി വന്നു. മറ്റൊരു കാര്യം ഞാൻ കേട്ടു, താങ്കൾ ബിഗ് ബോസിലുള്ള സമയത്ത് ഭിത്തി തകർത്ത് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്ന് കേട്ടു. അതെ, ഞാൻ ഭിത്തി തകർത്തു, മൈക്ക് പൊട്ടിച്ചു, അങ്ങനെ ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്തു. ബിഗ് ബോസ് എന്നെ നോമിനേറ്റ് ചെയ്തത് കൊണ്ട് ഞാൻ ബിഗ് ബോസിന്റെ കൂടെ വഴക്കും കൂടി. എന്റെ നാട്ടിലെ ജനങ്ങൾ എന്നോട് നല്ല സ്നേഹം കാണിച്ചു. ഞാനൊരു നല്ല മനുഷ്യനാണെന്ന് എന്നെ വിശ്വസിച്ചു. ഇവനെ വിടാൻ പാടില്ലെന്ന് അവർ വിചാരിച്ചു. അതുകൊണ്ട് എന്നെ അവർ ആ 3 മാസം വീട്ടിന്റെ അകത്താക്കി. പക്ഷെ താങ്കളുടെ ഇന്നത്തെ ഈ സ്ഥിതിക്ക് കാരണം താങ്കളുടെ ഫാൻസും ജനങ്ങളുമാണ്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ സൂപ്പർ സ്റ്റാർ രവി കിഷന്റെ പേരിലുള്ള വിചാരണ നമുക്ക് തുടരാം. உலகத்துல எவ்வளோ புணுங்க இருக்குது அதெல்லாம் விட்டுட்டு என்ன ஒத்து வராத புணுக்காக ஆலையிறே. വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭോജ്പുരിയുടെ സൂപ്പർ സ്റ്റാർ രവികിഷനൊപ്പമാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഭോജ്പുരി പടങ്ങളുടെ സൂപ്പർ സ്റ്റാർ രവികിഷന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം ഒരു അഹങ്കാരിയാണെന്നുള്ളതാണ്. രവികിഷൻ സാർ, ഇപ്പോൾ താങ്കൾ വളരെ നന്നായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ നല്ല മനുഷ്യനായിരുന്നു, പക്ഷെ പെട്ടെന്ന് ഈ അഹങ്കാരം വരാനുള്ള കാരണം എന്താണെന്ന്. ഒരു പ്രൊഡ്യൂസർ എന്നോട് പറഞ്ഞിരുന്നു, താങ്കളുടെ കോൾ ഷീറ്റ് വാങ്ങണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന്. അതെന്താണെന്ന് വെച്ചാൽ താങ്കൾ ദിവസവും പാലിലാണ് കുളിക്കുന്നത്, താങ്കൾ കംഫർട്ടബിളായിട്ടിരിക്കാൻ വേണ്ടി താങ്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം ചെയ്യണമെന്ന്. അതെ, ശരിയാണ്. ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നു. താങ്കൾ അങ്ങനെ ചെയ്തു? ഞാൻ പാലിലെ കുളിക്കൂ. പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് വളരെ കംഫർട്ട് ആയിരിക്കണം. എന്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു വലിയ ആക്ടറാണ്, അതുകൊണ്ട് ഇതൊക്കെ ചെയ്യണമെന്നായിരുന്നു എന്റെ വിചാരം. ഇത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് അൽ പചീനോനെ കുറിച്ച് നിങ്ങൾ പഠിക്കുകയാണെന്ന് വെച്ചോളൂ. പെട്ടെന്ന് റോബർട്ട് ഡിനിറോന്റെ സിനിമകൾ കാണാൻ തുടങ്ങി. ഡയറക്ടർ എന്ന് വെച്ചാൽ ഇതുപോലെയൊക്കെ പെരുമാറണം, ആക്ടർ എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ നടക്കണം. ഇതിലുള്ള ആക്ടർ പോലെ നിങ്ങൾ പെരുമാറിയില്ലെങ്കിൽ, നിങ്ങൾ ആ ആക്ടറിനെ പോലെ നടക്കുവാണെങ്കിൽ നമ്മളതിൽ വളരെ ഡീപ്പായി ഇറങ്ങാം. അമിത് സാർ ഇങ്ങനെ ക്യാമറ നോക്കിക്കൊണ്ടേയിരിക്കും. എന്നോടും കുറേയൊക്കെ പറയും. ഞാൻ അൽ പചീനോനെ കണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഗോഡ് ഫാദർ എന്ന സിനിമ എനിക്ക് ഏകദേശം ഒരു 500 പ്രാവശ്യം കാണിച്ചിട്ടുണ്ടാവും. ഞാൻ ഇന്ത്യയുടെ കലാകാരനാണ്. ഞാനൊരു വേറെ ബ്രീഡ് കലാകാരനാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ കുറെ കാലങ്ങൾക്ക് മുമ്പ് ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പെരുമാറിയാലേ നമുക്കെന്നൊരു പേരുണ്ടാകൂ. ഉദാഹരണത്തിന് രാജ്കുമാർ സാറിനെ എടുത്തോളൂ. അദ്ദേഹം തന്റെ വർക്കിന് വേണ്ടിയും സോളിന് വേണ്ടിയും ഒരു വ്യത്യസ്തമായ ബ്രേക്കാണ് എടുക്കുക. അദ്ദേഹത്തിന്റെ കാറിന്റെ കണ്ണാടി കയ്യിലെടുത്തുകൊണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ഓരോ ആക്ടറിന്റെ പെരുമാറ്റവും വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു പാലിലെ കുളിച്ചിട്ട് പോകാം, എന്നാലേ ഒരു വലിയ വാർത്തയായി മാറുമെന്ന്. അതുകൊണ്ട് ഗാങ്സ് ഓഫ് വാസിപ്പൂറിൽ എന്നെ ഫിക്സ് ചെയ്യണമെന്ന് തീരുമാനിച്ചപ്പോൾ 25 ലിറ്റർ പാലൊക്കെ ആരാ കൊണ്ടുവരാന്ന് വിചാരിച്ച് അത് വിട്ടുകളഞ്ഞു. ആരാ എന്നെ കുളിപ്പിക്കാന്ന് വിചാരിച്ച് ആ പടം തന്നെ എനിക്ക് ഓക്കെ ആയില്ല. അതുകൊണ്ട് എനിക്ക് നഷ്ടമായി. അതുകൊണ്ട് ഞാൻ എല്ലാം വിടുകയും ചെയ്തു. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ പാലുകട വെച്ചിരുന്നതുകൊണ്ട് താങ്കൾ അങ്ങനെ ചെയ്തതായിട്ടാണ്. ഇല്ല, അത് പിന്നെ രജത് സാർ, ശരിക്കും പറയുകയാണെങ്കിൽ നല്ല ഭാഗ്യമുള്ളത് കൊണ്ടാണ് നല്ല ജോലികൾ കിട്ടുന്നത്. അതുമാത്രമല്ല മുംബൈ വളരെ മോശപ്പെട്ട ഏരിയയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അത് നിങ്ങളെ ഒരു മുഴു പ്രാന്തനായി മാറ്റിയേക്കും.
അതുകൊണ്ട് ഒരുപാട് പേര് ഭ്രാന്തന്മാരായി മാറുകയും ചെയ്യും. എല്ലാ ഭാഗത്തുനിന്നും കാശ് വരുന്നുണ്ട്, ഒരുപാട് ഫേമും കിട്ടുന്നുണ്ട്, എവിടെ പോയാലും ജനങ്ങൾ ഫോട്ടോ എടുക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ചെറിയ അഹങ്കാരം ഉണ്ടാവുമല്ലോ. ഞാൻ ഇനീഷ്യൽ സ്റ്റേജിൽ എന്നെ സൂപ്പർ സ്റ്റാർ ആയി സാർ. എന്റെ മൈൻഡ് ആകെ മാറി. നിങ്ങൾ പറഞ്ഞാൽ യാതൊരു തെറ്റുമില്ല, ഞാനത് ഒരിക്കലും ഇല്ലെന്ന് പറയില്ല. പക്ഷെ ഞാൻ അതിനുശേഷം വളരെ നോർമലായി. ഞാൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് വരുമ്പോ ഞാൻ വളരെ പക്ഷെ ദൈവം നോർമലായിരുന്നു. താങ്കൾക്ക് പല പ്രാവശ്യം സിഗ്നൽ തന്നിട്ടുണ്ട്. അപ്പോൾ താങ്കൾ ഒരു തെലുങ്ക് പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, താങ്കളുടെ എല്ലുകളൊക്കെ ഒടിഞ്ഞു. അതെ സാർ, ഞാനൊരു സുപ്രീം എന്നൊരു പടം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫൈറ്റ് മാസ്റ്ററിനോട് പറഞ്ഞു, ഈ സിനിമയിൽ കുറേ ആക്ഷൻസ് ഉണ്ട്, ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ട്രെയിൻഡ് ആക്ടറാണ്. ഞാൻ പറഞ്ഞു ആ ജീപ്പ് തീർച്ചയായും മറയുമെന്ന്. പക്ഷേ എന്റെ വാക്ക് ആരും കേട്ടില്ല, ജീപ്പ് മറയുകയും ചെയ്തു. അപ്പോൾ അവിടെ ജൂനിയർ ഫൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. അവരെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ വിചാരിച്ചു എന്റെ ബോഡി നല്ല ഫിറ്റ് ആണെന്ന്. അതുകൊണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പോയി ജീപ്പ് എന്നെ വന്ന് ഇടിക്കുകയും ചെയ്തു. ജീപ്പിന്റെ ബോണറ്റ് എന്റെ ദേഹത്തിന്റെ മുകളിലായിരുന്നു. എന്റെ കോളർ ബോൺസ് മുഴുവനും പൊട്ടിപ്പോവുകയും ചെയ്തു. എന്റെ കയ്യിനും കാലിനും എല്ലാത്തിനും പരിക്കേറ്റു. ഞാൻ വിചാരിച്ചു എന്റെ കാര്യം കഴിഞ്ഞു എന്നാണ്. ഇനി എങ്ങനെ അഭിനയിക്കാന്ന് പോലും ആലോചിച്ചു. ഞാൻ ദൈവത്തെയും പിന്നെ സുനിൽ ഷെട്ടിയും എന്റെ ഫ്രണ്ട് ഫോൺ വിളിച്ചു പറഞ്ഞു, നീ സ്വിമ്മിംഗ് പൂളിലേക്ക് ചെല്ലേ, വെള്ളത്തിലാണെങ്കിൽ നീ റിക്കവർ ആകുമെന്നും പറഞ്ഞു. ഞാൻ വെള്ളത്തിൽ തന്നെയായിരുന്നു. 40 ദിവസം കഴിഞ്ഞ് ഞാൻ റിക്കവറായി പുറത്ത് വരികയും അതിനുശേഷം ചെയ്തു. താങ്കൾ എന്നിട്ട് പാലിലുള്ള കുളിയൊക്കെ നിർത്തിയോ? പക്ഷെ നിർത്തി. ദൈവം താങ്കൾക്ക് പല പ്രാവശ്യം സിഗ്നൽ തന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഷൂട്ടിങ്ങിന്റെ സമയത്ത് താങ്കൾ വെള്ളത്തിൽ മുങ്ങിയെന്ന് കേട്ടു. അതെ, ഞാനൊരു സിനിമ ചെയ്തിരുന്നു, ലക്ക് എന്നൊരു സിനിമ. ഞാൻ സഞ്ജയ് ദത്ത് പിന്നെ ഇമ്രാൻഖാനും ഉണ്ടായിരുന്നു. കെപ്ടോങ് സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. ഷാർക്കിന്റെ കൂടെയൊക്കെ ആയിരുന്നു ഷൂട്ടിംഗ് മുഴുവനും. വെള്ളത്തിന്റെ അകത്തായിരുന്നു എല്ലാം. എനിക്ക് സ്കൂബ ഡൈവിംഗ് ട്രെയിനിങ് തന്നിട്ടില്ല, കാരണം ആ സമയത്ത് ഞാൻ ഭോജ്പൂരി ഷൂട്ടിങ്ങിന് വേണ്ടി ഇന്ത്യയിലായിരുന്നു. അതിന്റെ ട്രെയിനിങ് എടുക്കാതെയാണ് ഞാൻ അകത്തേക്ക് പോയത്. പിന്നെ ഷൂട്ടിങ്ങിൽ വെള്ളത്തിന്റെ അകത്ത് ഇറങ്ങേണ്ടി വന്നു. വെള്ളത്തിന്റെ മേലെ ഷാർക്കുകൾ മുഴുവനും ചുറ്റുകയായിരുന്നു. ആ ഷാർക്കുകൾക്ക് ചെറിയ ചെറിയ മീനുകളെ കൊടുക്കുവാണെങ്കിൽ പിന്നീട് അത് മനുഷ്യന്റെ അടുത്തേക്ക് ഒരിക്കലും വരില്ല. മനുഷ്യന്റെ ഇറച്ചി വളരെ ഹാർഡായിരിക്കും, അതുകൊണ്ട് അതുങ്ങൾക്ക് അത് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അതായത് മൃഗങ്ങൾക്ക് നമ്മളെ ഇഷ്ടപ്പെടില്ല. നമുക്ക് നല്ല സൗന്ദര്യമുണ്ടെന്ന അഹങ്കാരത്തിൽ ഒരിക്കലും ജീവിക്കാൻ പാടില്ല. പിന്നെ നമ്മളെ കഴിക്കാൻ ആരും ആഗ്രഹിക്കുകയില്ല, പ്രത്യേകിച്ച് മൃഗങ്ങൾക്ക് നമ്മളെ ഒട്ടും ഇഷ്ടപ്പെടില്ല. നമ്മളെ ആക്രമിച്ചിട്ട് പോയേക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഷാർക്കെല്ലാം ചുറ്റിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. അവർ ചെറിയ ചെറിയ മീനുകൾ കൊടുത്തോണ്ടേയിരുന്നു. ഞങ്ങൾ വെള്ളത്തിന്റെ അടിയിൽ ഷൂട്ടിംഗുമായിരുന്നു. അണ്ടർ വാട്ടർ ക്യാമറയിൽ ഞങ്ങൾ ഷൂട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം അടിയിലെ ഞങ്ങളും കാണണം, മേലത്തെ ഫിഷും കാണണം. ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, എന്താ ശരിയല്ലേ? राघव ब्लाइंड खेलता है, सामने वाले को डबल आना पड़ता है. क्योंकि रेस में तो टट्टू दौड़ते हैं, राघव तो शेर है. സോ ആ ഷൂട്ടിങ്ങിൽ എനിക്ക് അപകടം പറ്റിയിട്ടുണ്ടാവും. എങ്ങനെയോ രക്ഷപ്പെട്ടു. ഐ വാസ് നോട്ട് ഇൻഹെയിൽ പ്രോപ്പർലി ആൻഡ് സർവൈവ് ഇൻസൈഡ്. എന്നിട്ട് ഞാൻ ആ മാസ്ക് മുഴുവനും എടുത്തു കളഞ്ഞു. ഞാൻ ഇങ്ങനെ മേലെ നീന്താൻ ശ്രമിച്ചു, പക്ഷേ അവരുടെ കാലിൽ വെയിറ്റ് കെട്ടിയിരുന്നു. 15-20 ഫീറ്റ് താഴെ പോകാൻ വേണ്ടിയാണ് അവരത് കെട്ടിയിരുന്നത്. കുറേ കഷ്ടപ്പെട്ടു, പക്ഷേ ഓൾമോസ്റ്റ് ഞാൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. ദൈവം എന്നെ ഇതുപോലെ ഒരുപാട് പ്രാവശ്യം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഒരു തവണ ഭോജ്പൂരി ഷൂട്ടിങ്ങിൽ ഒരു ഫൈറ്റ് മാസ്റ്റർ ഒരു ചീപ്പായ കേബിൾ കൊണ്ടുവന്നു. മലയിൽ താഴെ ഇറങ്ങി ഫൈറ്റ് ചെയ്യണം, ടപ്പ് 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 എന്ന് കേബിൾ വഴി വേണം താഴോട്ട് പോകാൻ. പിന്നീട് എനിക്ക് മനസ്സിലായത് അദ്ദേഹം ഒരു ബഡ്ജറ്റ് ഭോജ്പൂരി പ്രൊഡ്യൂസറാണെന്ന്. നല്ല കോസ്റ്റ്ലി ആയത് വാങ്ങാതെ ചീപ്പായി ഒന്ന് വാങ്ങിച്ചിട്ട് വന്നു. ആ റോപ്പിലാണ് എന്നെ അവർ തൂക്കിയിട്ടത്. പെട്ടെന്ന് ഒരു കയറ് പൊട്ടിയത് കൊണ്ട് എന്റെ തലയാണെങ്കിലോ കല്ലിന്റെ ഇടയിൽ പോയി കുടുങ്ങുകയും ചെയ്തു. നല്ലോണം മുറിവ് പറ്റു, കാല് കയ്യ് എല്ലാ ഭാഗത്തും നല്ല മുറിവ് പറ്റി. അതൊക്കെ ശരിക്കും ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അല്ലെങ്കിൽ ഞാൻ എന്നോ മേലെ പോയി ചേർന്നേനെ. ഒരു സ്റ്റാർ, വളരെയധികം കുസൃതി കാണിക്കുന്ന ഒരു സ്റ്റാർ, അക്ഷയ് കുമാറിനെ പറ്റിയാ പറഞ്ഞത്. അദ്ദേഹത്തിനോടൊപ്പം ഹേരാഫേരിയിൽ താങ്കൾ എങ്ങനെയാണ് അഭിനയിച്ചത്? വീത്നാഥ് ലേഖ് ദോ തോക് ദാ ലേഗ. ഇതാണ് എൻ്റെ ജീവിതം രജത് സാർ. ചില സിനിമകൾ ഞാൻ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ചെയ്യും, ചില സിനിമകൾ ഞാൻ കമ്പൽഷന് വേണ്ടിയാണ് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ എമോഷണലി കുടുങ്ങിപ്പോയേക്കും. ഞാനാണെങ്കിൽ എമോഷണലി ഒരുപാട് സ്ഥലങ്ങളിൽ കുടുങ്ങിയിട്ടുണ്ട്. എന്നെ കുറേ ആളുകൾ എമോഷണലി ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. എന്നെ സമാധാനിപ്പിച്ച് കുറേ കമ്പൽ ചെയ്താണ് ഒരുപാട് സിനിമകൾ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. വേറെ വഴിയില്ലാതെ ഞാനും അതൊക്കെ ചെയ്തു. എന്നോട് കുറേ പേരൊക്കെ പറഞ്ഞു, നീ ഈ സിനിമ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന്. പക്ഷേ എനിക്കപ്പോൾ എന്തിനാന്ന് തന്നെ അറിയില്ല. എനിക്ക് ഗൈഡ് ചെയ്യാനും ആരുമില്ല, എനിക്ക് ഗോഡ് ഫാദർ ഒന്നും ആരുമില്ല, എന്നെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനും ആരുമില്ല, എനിക്ക് പറഞ്ഞു തരാനും ആരുമില്ല. അതുകൊണ്ട് എന്തൊക്കെ പടം വന്നാലും ഞാൻ എല്ലാ പടങ്ങളും എടുത്ത് ചെയ്യുകയും ചെയ്തു. ബെഗസ് ആർ നോട്ട് ചൂസസ് എന്ന് പറയും. ശരിക്കും പറയുകയാണെങ്കിൽ അതേ കഥയാണ് എൻ്റെ ജീവിതത്തിലും സംഭവിച്ചത്. ഇപ്പോൾ മനോജ് തിവാരിയും താങ്കളോടൊപ്പം മെമ്പർ ഓഫ് പാർലമെന്റിലുണ്ട്. രണ്ടുപേരും ഒരേ പാർട്ടിയിലാണുള്ളത്. പക്ഷെ ഒരു കാലത്ത് അദ്ദേഹത്തിനോടൊപ്പം മത്സരം ഉണ്ടായിരുന്നു താങ്കൾക്ക്. 13 കൊല്ലം ഞങ്ങൾ തമ്മിൽ മത്സരമായിരുന്നു. രണ്ടുപേരും കോമ്പറ്റീറ്റേഴ്സാ. ഞങ്ങൾ രണ്ടുപേരും ഒരേ ഷോയിലേക്കൊന്നും പോവില്ല.
അതായത് അദ്ദേഹം അവിടുന്ന് വരുന്നു എന്ന് അറിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോയേക്കും. അദ്ദേഹം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. 2 കൊല്ലമായിട്ട് ഞാനും അദ്ദേഹം സെയിം ടൈപ്പായിരുന്നു. അതായത് ആ സമയത്ത് നമ്മുടെ കൂടെ ഒരുപാട് വ്യത്യസ്തമായ ജനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ വലിയ ആളായിരിക്കുമ്പോൾ അവർ നമ്മുടെ കൂടെ ഉണ്ടാവും. അതായത് ചെവികൾ നല്ല വലുപ്പമായിരിക്കും. ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന മനുഷ്യനാണെന്നാണ് അദ്ദേഹത്തിന്റെ വിചാരം. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു, നിങ്ങളൊരു സിംഗറാണ്, ഞാനൊരു ട്രെയിൻഡ് ആക്ടറാണെന്ന്. പിന്നെ എന്തിനാ ഈ പകയൊക്കെ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരിക്കാന്ന് അദ്ദേഹം ഒരു പ്രാവശ്യം പറഞ്ഞു. എന്നോട് പറഞ്ഞിരുന്നു, ഒരു സിനിമയിൽ അദ്ദേഹം SP ആയിട്ട് അഭിനയിച്ചു, ഒരു പോലീസ് ഓഫീസറായിട്ട്. താങ്കൾ അതിൽ മോഷ്ടാവായിട്ടും അഭിനയിച്ചു. താങ്കൾ SP എന്നെ അടിക്കാൻ പാടില്ല, ഞാൻ വേണേ SP അടിക്കാമെന്ന് പറഞ്ഞതായിട്ട് കേട്ടു. സാർ, ശരിക്കും പറയുകയാണെങ്കിൽ ഞാനതൊക്കെ മറന്നു തന്നെ പോയി. എന്റെ കാഴ്ചയിൽ അദ്ദേഹം ഒരു കോമഡിറ്റർ മാത്രമായിരുന്നു. ഞാൻ ഒരിക്കലും ഡൗൺ ആകാൻ പാടില്ല എന്നായിരുന്നു എന്റെ ഫാൻസിന്റെ എല്ലാവരുടെയും വിചാരം. ഞാൻ വേറെ ഒരു ഹീറോന്റെ അടുത്ത് താഴാൻ പാടില്ല എന്നായിരുന്നു അവർ വിചാരിച്ചത്. സൗത്തിലും ഇതുപോലെയൊക്കെ സംഭവിക്കും. എല്ലാവർക്കും അവരവരെ സെറ്റ് ഓഫ് ഫാൻസ് ഉണ്ടാവും. ഞാൻ വിചാരിച്ചത് എന്റെ കോൾ ഷീറ്റിന് വേണ്ടിയാണ് അദ്ദേഹം ഇവിടേക്ക് വന്നത് എന്നാണ്. അദ്ദേഹം എന്റെ അടുത്ത് വന്ന് തട്ടി പോന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴാണ് ചോദിച്ചത്, പറയൂ എന്താണ് കാര്യം എന്ന് ചോദിച്ചു. ഇത് എന്റെ നാടാണ്, മനസ്സിലായോ? ഉണങ്ങി വീഴുന്ന ഇലയ്ക്കും, അതായത് മരത്തിൽ നിന്ന് ഇല ഉണങ്ങി വീഴില്ലേ, അതിനു പോലും അറിയാം ഞാൻ ആരാണ് എന്ന്. ആ ഇല പോലും വീണോ വീണ്ടോ എന്ന് എന്നോട് ചോദിച്ചിട്ട് ചെയ്യൂ. എൻ്റെ നാട്ടിലുള്ള ഇല പോലും എന്നോട് അനുമതി ചോദിച്ചിട്ടേ വീഴൂ. അതായത് ഞാൻ അങ്ങനത്തെ ഒരാളാണ്, എന്നെ ഒരിക്കലും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ഇത് എൻ്റെ നാടാണ്. ഇത് ജസ്റ്റ് ഒരു ഈഗോ മാത്രമാണ്. ഞങ്ങളിപ്പോഴൊക്കെ അതും ഓർത്ത് ചിരിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ നല്ലൊരു സ്നേഹമുണ്ട്. ആൻഡ് അതേപോലെ ദിനേശ് യാദവ് അസാമിന്റെ പാർലമെന്റ് മെമ്പറാണ്. സോ വി ആർ നൗ ലവ് ഈച്ച് അതർ. ചില സമയങ്ങളൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഇരുന്നുകൊണ്ട് ഇതൊക്കെ ഓർത്ത് ചിരിച്ചുകൊണ്ടിരിക്കും. ഞാൻ അവിടെയുള്ള എല്ലാവരേക്കാളും മൂത്തവനാണ്. ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഹലോ സാറേ. ഹലോ. ആജൊരു കാര്യം പറയാം സാറേ, നല്ല ക്യൂട്ടാണ്. ഞാനിത് ഒരിക്കലും പ്രതീക്ഷിതയില്ല. ഓക്കെ, ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു. സാർ, ദേവദാസന് പറഞ്ഞൊരു മൂവി ഉണ്ട്. അതിലെ ഷാറുഖ് സാർ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. വേദന കുറയ്ക്കാൻ വേണ്ടി ആരെങ്കിലും കുടിക്കുകയോ? ആ ഷാറുഖ് സാർ പറയാമല്ലാതെ സാറാണ് മൂവിയിൽ ആക്ട് ചെയ്തുണ്ടെങ്കിൽ ഭോജ്പൂരിയിലെ ആ ഡയലോഗ് പറയാം. ഓ, നിങ്ങൾക്കപ്പോൾ ഭോജ്പൂരിയിൽ പറയണല്ലേ? ഞാനിത് പ്രാക്ടീസ് ചെയ്തിട്ടുമില്ല. ഓക്കെ മാഡം, നിങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് രജത് സാറും ഇവിടെയുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയും ഇത് ചെയ്യണം. के कमबख्त के बुड़बक बर्दाश्त करे खातिर पियाला है। हम तो पीला के जहाँ हम बैठ सकें, तोहरा के देख सकें, तोहरा के बर्दाश्त कर सकी, मदहोश बेहोश हो सकी हो, पारो के भुला सकी, लेकिन पारो के एक याद भैया हो, हमारा होश के खोई नहीं खे देख ना ही चढ़ा लो कितनो पीला। बाबूजी हमरा से कहलन कि गांव छोड़ दा, सब कहलन कि पारो के छोड़ दा, पारो कहले शराब छोड़ दा, आज तू कहा ताड़ो कि हवेली छोड़ दा। एक दिन हो आई हो तो सब लोग कहिया कि दुनिया छोड़ दा। താങ്കൾ ഷാരൂഖ് ഖാന്റെ ഡയലോഗ് ഭോജ്പൂരിയിൽ പറയുന്നു, അത് താങ്കൾക്ക് മനസ്സിലാകുകയും ചെയ്യുന്നു. ഷാരൂഖ് ഖാനും ഭോജ്പൂരി അറിയാം. പക്ഷേ താങ്കൾ സ്പൈഡർമാനെയും ഭോജ്പൂരിയിൽ സംസാരിപ്പിച്ചിരിക്കുന്നു. രജത് സാർ, എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്. അവർ ഹോംവർക്ക് തന്നുകൊണ്ടേയിരിക്കും. സ്പൈഡർമാൻ 2 എനിക്കൊരു ക്യാരക്ടർ കിട്ടി. ആ സിനിമ നല്ലോണം ഹിറ്റാവുകയും ചെയ്തു. ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയും തോന്നുന്നു. ആൻഡ് ദെൻ യൂണിവേഴ്സൽ സ്റ്റുഡിയോ ദേ വാണ്ടഡ് മീ ടു ആൻഡ് സ്പീക്ക് ഭോജ്പൂരി. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, സ്പൈഡർമാൻ ഒരു വേൾഡ് ഫേമസ് ആയ ഒരു കാര്യമാണ്, ഒരുപാട് കോടി രൂപയുടെ ബിസിനസ്സുമാണ്. അവരെന്നെ ഇത് ചോദിക്കുമ്പോൾ ഭോജ്പൂരി എത്രമാത്രം ഫേമസ് ആയെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ആ സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഡബ് ചെയ്തു. ഞാൻ നിങ്ങളുടെ എല്ലാവരും മുമ്പിൽ വെച്ചും പറയുകയാണ്, ഞാൻ ഒരു അത്ഭുതമായ അദാലത്തിലാണ് ഇരിക്കുന്നത്, ഈ നാടും എന്നെ കാണുന്നുണ്ട്. ആ ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ, सुन रहे हम ही माकड़ मानो, ढेर बोले ना और समाज के डरौले, तो इतना जान ले तेरा छाती पे चढ़ा पेटुआ दबा दे और अपन नाखून गड़ा दे तुरे गलिया में, जान ले दतिया से खून चूसा माकड़ मानो है हम. കേറ്റുവ എന്താണെന്നുള്ള കാര്യം യൂണിവേഴ്സൽ ആൾക്കാർക്ക് മനസ്സിലാകാനുള്ള സാധ്യത തീരെ കുറവാണ്. അതൊക്കെ സത്യമാണ്. അതുകൊണ്ട് ഒരുപാട് കാശും വന്നു എനിക്ക്.
സർ, തമിഴിലും തെലുങ്കിലും കുറെ മൂവി ആക്ട് ചെയ്തിട്ടുണ്ട്. അതിലുള്ള ഡയലോഗ്സ് ഒക്കെ സാറായിട്ട് പറയോ അല്ലെങ്കിൽ ഡബിങ് ചെയ്യോ? ഞാൻ തന്നെയാണ് സംസാരിക്കുക. ഞാൻ ഇതുവരെ 22 തെലുങ്ക് സിനിമകളാണ് ചെയ്തിരിക്കുന്നത്. 3 തമിഴ് സിനിമ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം 5 കന്നഡ സിനിമയാണ് ചെയ്തിട്ടുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ എല്ലാ ഭാഷകളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഡയലോഗ് പറയാം, നിങ്ങൾക്ക് അത് കേൾക്കാൻ താല്പര്യമുണ്ടല്ലേ? അതെ സർ. ഇത് തമിഴ് ഡയലോഗാണ്. ഉൽക്കത്ല ഉലകത്തിലെ എവ്വളോ എവ്വളോ പൊണ്ണുങ്ക പൊണ്ണുങ്ക ഇരുந்தோ, ഉൽക്കത്ല എവ്വളോ പൊണ്ണുങ്ക ഇരിക്കുന്നത് அதெல்லாம் அதெல்லாம் விட்டுட்டு விட்டுட்டு ஏன்னா ஒத்து ஒத்து வராத வராத பொண்ணுக்காக அலையிறே. അവര് താങ്കൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നാ ചോദിക്കുന്നത്? അതായത് ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇതൊരു റൊമാൻറ്റിക്കായ മീനിങ് ആണ്. നിങ്ങൾ ഒരു കാര്യം മറക്കരുത്, ഞാനിപ്പോൾ ഒരു പാർലമെന്റ് മെമ്പറാണ്. ആ സ്ഥാനത്തിനൊരു മര്യാദ ഉണ്ട്. അതുകൊണ്ട് ഞാൻ താങ്കൾ സൗത്ത് ഇന്ത്യൻ സിനിമകളെ കുറിച്ച് സംസാരിച്ചു, സൗത്ത് ഇന്ത്യൻ ഡയലോഗുകൾ പറഞ്ഞു. താങ്കൾ എപ്പോഴെങ്കിലും നാട്ടു പാട്ടിന് ഡാൻസ് കളിച്ചിട്ടുണ്ടോ? രജത് സാർ, നിങ്ങൾ തന്നെ പറയേ, ഞാൻ 700 സിനിമകളിൽ എന്താണ് ചെയ്യാത്തത്? ഞങ്ങൾക്ക് സാറിന്റെ പോപ്പുലർ സോങ്സിന് സാർ ഡാൻസ് ചെയ്യുന്ന ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ഒറ്റൊരു റിക്വസ്റ്റേ ഉള്ളൂ, ഇവിടെയുള്ള എല്ലാ ഗേൾസും വന്ന് എൻ്റെ കൂടെ ഡാൻസ് കളിക്കും. പിന്നെ രജത് സാർ ഒരു മജീഷ്യനാണ്, അദ്ദേഹം എന്ത് വേണമെങ്കിലും ചെയ്യും. ഞാൻ ഇന്നൊരു കാര്യം ശ്രദ്ധിച്ചു, അദ്ദേഹം കൃഷ്ണരെ പോലെ ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി വളരെ സ്നേഹപൂർവ്വം എല്ലാ ചോദ്യങ്ങളും അദ്ദേഹം നമ്മളോട് ചോദിക്കും. ഇപ്പോ ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ രവികൃഷ്ണനോടുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും തുടരും. താങ്കൾ ഒരു ബില്ല് കൊണ്ടുവന്നിരുന്നു, അതായത് ജനസംഖ്യാ നിയന്ത്രണത്തിന്, പോപ്പുലേഷൻ നിയന്ത്രണത്തിന്. താങ്കൾക്ക് എത്ര മക്കളുണ്ടെന്നുള്ള കാര്യം താങ്കൾ മറന്നോ? എനിക്ക് 4 മക്കളാണ്. താങ്കൾക്കെല്ലാം ചെയ്യാം, പക്ഷെ മറ്റുള്ളവർ കൺട്രോൾ ചെയ്യണം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് രവികൃഷ്ണനോടാണ്. ആപ്കി അദാലത്തിൽ ഖോരപ്പൂർ എംപിയുടെ മേൽ ചുമത്തപ്പെട്ട അടുത്ത കുറ്റം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ പാർലമെന്റ് മെമ്പർ രവികൃഷ്ണന്റെ മേലുള്ള കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ ഒരു ശിശുവാണെന്നാണ്. രവികൃഷ്ണൻ സാർ, താങ്കൾ രാഷ്ട്രീയത്തിലേക്ക് വന്നു. അപ്പോ രാജ്യം മുഴുവനും നരേന്ദ്രമോദിയെ പ്രശംസിച്ചു. താങ്കൾ കോൺഗ്രസിന് വേണ്ടിയാണ് ഇലക്ഷനിൽ നിന്നത്, പക്ഷേ ജനങ്ങൾ താങ്കളെ തിരസ്കരിച്ചു. എൻ്റെ വീട്ടിലെ ഭാര്യ പിന്നെ എല്ലാവരും പറഞ്ഞു 2014 കോൺഗ്രസ് തോറ്റു പോകുന്നു. പറയില്ലേ സമയമാണെന്ന്. നിങ്ങളുടെ സമയം ശരിയില്ലെങ്കിൽ നിങ്ങൾ എവിടെ പോയാലും ശരി. 2014 അമിത്ഷയെ കാണാൻ പോകേണ്ടതായിരുന്നു. അവർ എനിക്ക് അവരുടെ കക്ഷിയുടെ സ്കോർപ്പിടാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. രാജ്നാഥ് സിംഗ് സാർ എന്നെ കൂട്ടിട്ട് പോകാൻ ഇരിക്കുമായിരുന്നു. അവിടെ വെച്ച് എല്ലാം തീരുമാനമായി. അപ്പോൾ വണ്ടി ലെഫ്റ്റിലേക്ക് പോകുന്നതിന് പകരം ആ വണ്ടിയിലുണ്ടായിരുന്ന കുറച്ച് പേർ എന്നെ റൈറ്റിലോട്ട് പോകാൻ പറഞ്ഞു. എൻ്റെ വണ്ടിയിലിരുന്ന് എൻ്റെ കൂടെ വന്നവർ 2 വലിയ സ്റ്റാർസാണ്. അവരെന്നെ റൈറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവരെന്നെ കൂട്ടിയിട്ട് പോയതിൻ്റെ കാരണം കോഫി കുടിക്കാൻ വേണ്ടിയായിരുന്നു. കോഫി കുടിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ആ വിഷയം എന്താണെന്ന് ഞാൻ ഓപ്പണായി പറയാം. ശരിക്കും പറയുകയാണെങ്കിൽ എന്നോട് എല്ലാവരും പറഞ്ഞു, എൻ്റെ ഭാര്യയും പറഞ്ഞു, വേണ്ടെന്ന് പറഞ്ഞേക്ക് ഈ പാർട്ടി വേണ്ടെന്ന് എൻ്റെ ഭാര്യ പറഞ്ഞു. മൊബൈലെല്ലാം പുറത്തുമായിരുന്നു, ഞാനാണെങ്കിൽ അകത്തിരിക്കുമായിരുന്നു. ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കുമായിരുന്നു. താങ്കൾക്ക് കോഫി തന്നത് ആരാണ്? കോൺഗ്രസിന്റെ വലിയ നേതാവാണ് അദ്ദേഹം. അതിനെക്കുറിച്ച് ഞാൻ പറയാം, ജനങ്ങൾ മനസ്സിലാക്കണ്ടേ. എന്തിനാണ് മറച്ചു വെക്കുന്നത്? പ്രിയങ്ക ഗാന്ധി അല്ലേ കോഫി തന്നത്? അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വളരെ ബഹുമാനത്തോടെ തല ഇങ്ങനെ ആട്ടി. എനിക്ക് വേണ്ടെന്ന് പറയാൻ ഞാൻ വിചാരിച്ചു. ആക്ച്വലി ഞാൻ അങ്ങോട്ട് പോകേണ്ടതാണ്. ഞാൻ അവരുടെ അടുത്ത് വേണ്ടെന്ന് പറഞ്ഞ് ഞാനന്ന് തോറ്റുപോയി. ആക്ച്വലി ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യും.
അതേപോലെ ഞാനും പക്ഷേ തെറ്റ് ചെയ്തു. എന്നെ സംബന്ധിച്ച് മനോജ് തിവാരി താങ്കളെക്കാൾ ബുദ്ധിമാനാണ്. അദ്ദേഹം ആദ്യത്തെ പ്രാവശ്യം തന്നെ 2014 BJP-യിലേക്ക് ചേർന്നു. മനോജ് വളരെ സ്മാർട്ടാണ്. അദ്ദേഹം എപ്പോഴും അങ്ങനെയാണ്. മനോജിന് ബ്രെയിൻ വളരെ കൂടുതലാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എനിക്ക് കുറച്ച് വികാരം കൂടിയ ഞാൻ കുടുങ്ങിപ്പോകുന്ന. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ അതാണ് താങ്കൾ സത്യം. ഈ പാർട്ടിയിൽ ചേരാതിരുന്നിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം താങ്കൾ യാത്രയ്ക്ക് പോയേനെ. ആദ്യം താങ്കൾ കോൺഗ്രസ് ആണ് അച്ഛനെ പോലെ എന്ന് പറഞ്ഞു. ഇപ്പോ ബാബ ആദിത്യനാഥ് അച്ഛനെ പോലെയാണെന്ന് പറയുന്നു. അത് പിന്നെ സാർ, ഇതൊക്കെ സത്യമാണ്. ആദ്യം അവരുടെ പാർട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാട് ഭരിച്ചത് അവരാണ്, പറയില്ലേ. എന്റെ ഓർമ്മക്കാലം തൊട്ട് നാട് ഭരിച്ചത് ആ ഒരു കുടുംബം മാത്രമാണെന്ന്. ആ കുടുംബത്തിന്റെ പെരുമാറ്റത്തെക്കുറിച്ച് നമുക്ക് ഒരു കാര്യവും അറിയില്ല. ഇവരാണ് നേതാക്കന്മാർ, ഇവരാണ് ഭരിക്കുന്നതെന്ന് നമുക്കറിയാം. എല്ലാം ഇവരുടെ കയ്യിലായിരുന്നു. ഇവരാണ് ഈ ഗവൺമെന്റ് മുഴുവനും നടത്തിയിരുന്നത്. നമ്മൾ എല്ലാവരെയും ഓപ്പറേറ്റ് ചെയ്തിരുന്നത് അവരായിരുന്നു. നമ്മൾ അവരെയാണ് ഫോളോ ചെയ്തിരുന്നത്. ആ സമയത്താണ് മോഡിജി എന്ന ഒരു നേതാവ് വന്ന് നാടെന്ന് വെച്ചാൽ ഇതുപോലെയൊക്കെ ഉണ്ടാവും, ഇതുപോലെയും പ്രവർത്തിക്കും, നാടിൽ ഇതുപോലെ ഒരു മാറ്റവും ഉണ്ടാകും. നമ്മുടെ നാടിനെ പാകിസ്ഥാൻ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, ചൈന നമ്മളെ പേടിപ്പിക്കട്ടെ, നമ്മളെ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും മോഡിജി സ്ട്രോങ് ആയി നിന്ന് ഇതാണ് നമ്മുടെ ഇന്ത്യ എന്ന് തെളിയിച്ചിരിക്കുന്നു. പക്ഷെ സർ, യോഗിജി താങ്കളെ ഗോരഖ്പൂരിലാണ് മത്സരിക്കാൻ വിട്ടത്. ഗോരഖ്പൂരിൽ എപ്പോഴും സ്വാമിമാരും സന്യാസിമാരും അല്ലേ മത്സരിക്കാൻ നിൽക്കുന്നത്. കാരണം 40 വർഷമായിട്ട് അവരാണ് ജയിക്കുന്നത്. ജനങ്ങൾ ആരടാ ഇത് ഡാൻസും പാട്ടും കളിക്കുന്നോ വന്നെന്ന് താങ്കളോട് ചോദിച്ചില്ലേ? ആ, അതെ അതെ. ആരംഭത്തിൽ ഞാൻ ഗോരഖ്പൂരിലേക്ക് പോകുമ്പോൾ എല്ലാവരും എന്നെക്കുറിച്ച് അങ്ങനെയാണ് വിചാരിച്ചത്. മഹാരാജ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇത് അമ്പലത്തിന്റെ സീറ്റാണ്. ഇവൻ എവിടുന്ന് വന്നു? പുറത്തുനിന്ന് വന്ന ഒരുത്തൻ ഈ ഇലക്ഷനിൽ എങ്ങനെ നിൽക്കുമെന്നൊക്കെ. എല്ലാവരും എന്നെ ഒരു അന്യമനുഷ്യനായാണ് കരുതിയത്. ഞാൻ തോൽക്കുമെന്നും പറഞ്ഞു. പക്ഷെ എന്റെ വിചാരം, എല്ലാവരും എന്തുകൊണ്ട് എന്നെ അന്യമനുഷ്യനെന്ന് പറയുന്നുവെന്ന് എന്റെ മനസ്സിലൊരു വിഷമമുണ്ടായിരുന്നു. ഇലക്ഷന് വേണ്ടി ഓടും, നാട് മുഴുവനും കറങ്ങും, ധാരാളം കറുത്തു പോവുകയും ചെയ്തു. വെയിൽ ഏകദേശം 45 ഡിഗ്രി ഉണ്ടാകും. എന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ലൈഫിൽ നീ തോറ്റുപോകും, എന്തിനാ നീ വെറുതെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ആ സമയത്ത് എന്നോട് എല്ലാവരും പറഞ്ഞു, നീ എന്തിനാണ് ഈ ഇലക്ഷനിൽ വെറുതെ നിൽക്കുന്നേ എന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാൻ തീർച്ചയായും ഇലക്ഷനിൽ നിൽക്കുമെന്ന്. അവര് പറഞ്ഞു, നീ ഇവിടത്തെ ആളല്ലല്ലോ എന്ന്. അത് കേട്ടപ്പോഴത്തേക്കും എന്റെ കണ്ണിന്ന് വെള്ളം വരാൻ തുടങ്ങി. ഒരുപാട് കഷ്ടപ്പെട്ടു. ഇനി തോറ്റു കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് കഷ്ടമാവും തോന്നി. പിന്നീട് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ പുറത്തത്തെ ആളൊന്നും അല്ല. പിന്നീട് എൻ്റെ അമ്മയോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഗോരഖ്പൂരിലെ ആൾ തന്നെയാണെന്ന്. എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ നീ ഒരു ശുക്ല, നീ ഗർക്കുലത്തെ ചേർന്നവനാണ്. ഗോരഖ്പൂരിൽ മാങ്പൂർ എന്നൊരു സ്ഥലമുണ്ട്, ആ സ്ഥലം പോയി തിരയാൻ പറഞ്ഞു. എന്നിട്ട് ഞാനും അതൊക്കെ പോയി തിരഞ്ഞു നോക്കി. പുലർച്ചയ്ക്ക് 5 മണിക്ക് ഞാൻ ഇവിടുന്ന് അവിടേക്ക് പുറപ്പെട്ടു. മാങ്കൂർന്ന് എന്നൊരു ഗ്രാമമുണ്ട്. ഈ ലോകം മുഴുവനും എവിടെ ശുക്ലയുണ്ടെങ്കിലും അവിടെ നിന്നാണ് വരിക. അവര് അവിടുത്തെ അവകാശികളാണ്. ഞാൻ അവിടെ ചെന്നു. എന്നിട്ട് അവിടുത്തെ മണ്ണ് കണ്ടപ്പോൾ ഞാൻ അവിടെ തന്നെ പോയി ഇരിക്കുകയും ചെയ്തു. അവിടെ പോയി ഇരുന്ന് ഞാൻ ഫോട്ടോ എടുത്ത് പിന്നീട് ഞാൻ പറഞ്ഞു, ഞാൻ പുറത്തെ ആളൊന്നും അല്ല, ഞാനും ഈ മണ്ണിൽ ജനിച്ചവനാണെന്ന് പറഞ്ഞു. സൂപ്പർ സ്റ്റാർ രവികിഷൻ അപ്പോ രവികിഷൻ ശുക്ലയായിട്ട് അവതരിച്ചു. രജത് സാർ, ശരിക്കും പറയുകയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ ചാൻസ് കിട്ടുമ്പോഴൊക്കെ ആരെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് വരുവാണെങ്കിൽ നിങ്ങളിൽ ആര് വന്നാലും ശരി, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ വംശം ഏതാണ്, നിങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്ന് എല്ലാം തോണ്ടിയെടുക്കുമാര്, മുഴുവൻ കാര്യങ്ങളും. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ആരെക്കുറിച്ച് പറയുമ്പോഴും അവരെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയണമെങ്കിൽ അതിന് ആ ഫോം നിങ്ങൾ ഫില്ല് ചെയ്തേ പറ്റൂ. എന്നിട്ട് നിങ്ങൾ അത് മറക്കാതെ രജിസ്ട്രേഷൻ ചെയ്യണം. കാരണം ഓപ്പോസിറ്റ് പാർട്ടികൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തോണ്ടിയെടുക്കും. പക്ഷേ ഗോരഖ്പൂരിലെ ജനങ്ങൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ താങ്കൾ നന്നായിട്ട് സംസാരിച്ചു, പിന്നെ താങ്കൾ കോടിക്കണക്കിന് രൂപ ചെലവാക്കി ശ്മശാനം കെട്ടിക്കൊടുത്തെന്ന് പറഞ്ഞു. ശവശരീരം കത്തുന്നത് കണ്ട് താങ്കൾ സന്തോഷിച്ചു? അല്ലല്ല, അതെന്തെങ്കിലും ഒരു ദിവസം നടക്കുമല്ലോ. അതായത് നടന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നെല്ലാം തുറന്നു പറയാം. അതായത് ഓപ്പോസിറ്റ് പാർട്ടിയിലെ ആളുകൾ എന്നെ ട്രോൾ ചെയ്തു. നടന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് രജത് സാർ, ഞാനൊരു ദിവസം മഹാരാജിയുടെ കൂടെ ശ്മശാനത്തിലേക്ക് പോയിരുന്നു. അവിടെ മഹാരാജ് 22 കോടി രൂപ ചെലവില് ഒരു ശ്മശാനം കെട്ടിയിരുന്നു, അതും നദിയുടെ തീരത്ത്, രാജ്ഗൻ. അവിടം വെച്ച് മഹാരാജി എന്നോട് പറഞ്ഞത്, അപ്പോ ശ്മശാനത്ത് എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി. അവിടെ എന്താ സംസാരിക്കുക എന്നായിരുന്നു എന്റെ വിചാരം. അപ്പോൾ ഞാൻ വളരെ ബ്ലാങ്ക് ആയിരുന്നു. ആ സമയത്ത് അവരെന്നോട് പറഞ്ഞു, നീ പറഞ്ഞേ പറ്റൂ എന്ന്. എന്താ പറയാന്നറിയാതെ ഞാൻ അവിടെ നിന്നുപോയി. അവിടെ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു. എനിക്ക് വോട്ട് ചെയ്ത എല്ലാ ജനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, മഹാരാജി ഇവിടേക്ക് വേണ്ടി ഒരുപാട് പൈസ ചെലവഴിച്ചിട്ടുണ്ട് എന്ന്. അതായത് നിങ്ങൾക്ക് ഈ നദി മുഖേന എന്തൊക്കെ നന്മകളാണ് നടക്കാൻ പോകുന്നത് എന്ന് ഒരുപാട് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം പറയാമെന്ന്. ഞാൻ പറഞ്ഞു, ഇവിടെ ആര് മരിച്ചാലും സ്വർഗത്തിലേക്കാണ് പോകുക എന്ന്. അപ്പോൾ മഹാരാജി അവിടേക്ക് ഒരു പുതിയ മിഷൻ വാങ്ങി. അത് പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ആ രാത്രി സമയത്ത് തായ്രാത്രി അവിടെ പൂജകൾ ചെയ്യും. അതുകൊണ്ട് അവിടെ യാതൊരു അഴുക്കും ആകാൻ പാടില്ല, ഒന്നും സംഭവിക്കാൻ പാടില്ല.
മഹാരാജ് നിങ്ങൾക്ക് വേണ്ടി എല്ലാ നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഞാനൊരു ബ്രാഹ്മണനായതുകൊണ്ട്, അതോടൊപ്പം എൻ്റെ അച്ഛനൊരു നമ്പൂതിരി ആയതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെതായ ഭാഷയിലേ സംസാരിക്കൂ. മരണം ജീവിതം എന്നായിരിക്കും ഞങ്ങളുടെ സംസാരമെല്ലാം. ഭക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഞങ്ങൾ മരണത്തെക്കുറിച്ച് സംസാരിക്കും. ശരിക്കും പറയുകയാണെങ്കിൽ അതാണ് ഞങ്ങളുടെ ഭാഷ. പക്ഷേ ജനങ്ങൾ ഞങ്ങളോട് ക്ഷമിച്ചു. പക്ഷേ താങ്കൾ അതോടൊപ്പം എന്താണ് പറഞ്ഞതെന്നൊന്ന് വ്യക്തമായിട്ട് പറയൂ. ഹരേ രാം. അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭോജ്പുരിയിൽ പറയട്ടെ. മലയാളത്തിൽ തന്നെ പറഞ്ഞേക്കല്ലേ. कि देखा हो, ആദ്യം पहले बात तो മഹാരാജിയെ प्रणाम, പ്രോത്സാഹിപ്പിച്ചേ महाराज പറ്റൂ. जी 62 കാരണം करोड़ 62 खर्चा കോടി करके ചെലവാക്കിയാണ് बहुत ഇതെല്ലാം मेहनत कराता ചെയ്തിരിക്കുന്നത്. नहीं जा। रुआ लोग ഇതൊക്കെ खाते। ജനങ്ങൾക്ക് വേണ്ടിയാണ്. और ഉത്തർപ്രദേശിന്റെ सजा വളർച്ചയ്ക്ക് उत्तर प्रदेश से മുഴുവനും जाओ, हर ഇദ്ദേഹമാണ് जिला से ഏറ്റവും जाओ, വലിയ കാരണം. दिन रात രാത്രിയും निस्वार्थ പകലും त्यागी ത്യാഗം वाणन ചെയ്ത് जैसे ഒരുപാട് हमारे मोदी जी കഷ്ടപ്പെട്ടിട്ടുണ്ട്. वाणन നമ്മുടെ वैसे മോദിജിയെ हमारे പോലെ. पूज्य ഞങ്ങളുടെ योगी യോഗി महाराज जी മഹാരാജിയും वाणन। അതേപോലെയാണ്. तो रुआ लोग അതോടൊപ്പം जब ഞാൻ बोले ശ്മശാനത്തെക്കുറിച്ച് बोले പറയാൻ वो सब വന്നത്, हमके मालूम ആരെല്ലാം बा, മരിക്കുന്നു लेकिन इतना അവരെല്ലാം ये हर जीवी അവസാനം मरी സ്വർഗത്തിലേക്കാണ് सीधे പോവുക. और അത് മാത്രമല്ല, और नायका മഹാരാജി मशीन ഒരു वाले പുതിയ वाला മെഷീൻ महाराज जी വാങ്ങിയിട്ടുണ്ട്. वो फुकाए അതുകൊണ്ട് में കത്തിക്കാൻ टाइम ना ഒരുപാട് लेगी। സമയമെടുക്കില്ല. और അത് മാത്രമല്ല, 2 2 मिनट में മിനിറ്റിലെ हर ഹരഹര മഹാദേവ്. വളരെ പ്രധാനപ്പെട്ട കാര്യം, ആ സ്ഥലം വൃത്തികേടാക്കുന്നവർ തീർച്ചയായും നരകത്തിലേക്ക് പോകും. നല്ലത് വിചാരിക്കുന്നവർ തീർച്ചയായും സ്വർഗത്തിലേക്ക് പോകും. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ആ സ്ഥലത്തിന്റെ വൃത്തിക്ക് വേണ്ടിയും ആ സ്ഥലത്തിന്റെ സുരക്ഷയ്ക്ക് പക്ഷേ വേണ്ടിയും ഇതൊക്കെ താങ്കൾ പറയുന്ന സമയത്ത് യോഗിജി താങ്കളെ കണ്ട് ഭയങ്കരമായിട്ട് ചിരിച്ചെന്ന് കേട്ടു. അതെന്താണ്? ഇത്രത്തോളം അദ്ദേഹം ചിരിച്ച് ഞാൻ കണ്ടിട്ടേയില്ല. മഹാരാജിയെ കുറിച്ച് പറയണമെങ്കിൽ അദ്ദേഹത്തിന് ഭോജ്പൂരി വളരെ ഇഷ്ടമാണ്. വേറൊരു കാര്യം കൂടി, ഇതുപോലെ സംസാരിക്കുന്നത് എനിക്ക് രാഷ്ട്രീയ രീതിയിൽ സംസാരിക്കാൻ അറിയില്ല. രജത് സാർ, അത് പിന്നെ ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഞാൻ ഇങ്ങനെ സംസാരിക്കൂ. ഞാൻ സത്യസന്ധമായി ഉള്ളത് കൊണ്ടാണ് എന്നെ എല്ലാവരും സ്നേഹിക്കുന്നത്. ഒരുപക്ഷെ ഞാൻ നുണ പറയുകയാണെങ്കിൽ ആരും എന്നെ സ്നേഹിക്കില്ല. പക്ഷെ താങ്കളെ കാണുമ്പോഴൊക്കെ താങ്കൾ യോഗിജിയുടെ ചെവിയിൽ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ എന്ത് കാര്യമാണ് താങ്കൾ പറയുന്നത്? എന്തൊക്കെയുണ്ട് സാർ, എല്ലാം എങ്ങനെ പോകുന്നെന്ന് ഞങ്ങൾ ഭോജ്പൂരിൽ സംസാരിക്കുക. ഞാനിത് ആദ്യമായി പറയുകയാണ്. ആപ്കി അദാലത്തിൽ, ജനങ്ങളുടെ അദാലത്തിൽ പറയുകയാണ്. ഞാൻ എപ്പോഴും അദ്ദേഹത്തിനോട് എന്ത് സംസാരിക്കുകയാണെങ്കിലും ഭോജ്പൂരിൽ മാത്രമേ സംസാരിക്കൂ. അത് അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമാണ്. ആ ഭാഷ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒന്നാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ ബുൾഡോസർ താങ്കൾക്ക് വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞു. സാർ, ഞാൻ കുറേ സ്ഥലങ്ങൾക്ക് ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട്. കുറേ ഭോജ്പൂരി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് ശവങ്ങളെ കണ്ടിട്ടുണ്ട്. ഞാൻ ജയിലിൽ ഒരുപാട് പേര് മരിക്കുന്നതും കണ്ടിട്ടുണ്ട്. കൊലപാതകം കണ്ടിട്ടുണ്ട്. ഞാൻ ഗൺഷോട്ടും കണ്ടിട്ടുണ്ട്. ഞാൻ പണ്ടൊക്കെ ജനങ്ങളുടെ കുറേ പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരുപാട് കൊലപാതകം കണ്ടിട്ടുണ്ട്. ഞാൻ 2017 ശേഷം, മഹാരാജി വന്നതിന് ശേഷം, അദ്ദേഹം നിയമത്തെയും അവിടുത്തെ സിറ്റുവേഷനെയും തന്റെ കൈക്കുള്ളിൽ അടക്കിയിരുന്നു. എല്ലാം കറക്റ്റായി ചെയ്തിരുന്നു. ഇതിനു മുമ്പ് അവിടെ ഒരുപാട് മാഫിയ ചേർന്ന ആളുകളുണ്ടായിരുന്നു. അതായത് UP-യിൽ. ഞങ്ങൾ സിനിമകളിലും ഇതൊക്കെ തന്നെയാണ് കാണിക്കാറ്. ഏറ്റവും ഭയങ്കരമായ റൈഫിളൊക്കെ ഉപയോഗിക്കും. പക്ഷേ ഇപ്പോഴൊക്കെ ആർക്കും ആ ധൈര്യമില്ല. ബുൾഡോസർ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ സമൂഹത്തിലെ പെണ്ണുങ്ങളെ നിങ്ങൾ പേടിപ്പിക്കുകയാണെങ്കിൽ, കൈക്കൂലി വാങ്ങിയ, കൊലപാതകം ചെയ്ത ചെക്കന്മാരെ പേടിപ്പിക്കുക, ജനങ്ങളെ വെറുതെ കഷ്ടപ്പെടുത്തുക, അപ്പോ ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ ബുൾഡോസർ കൊണ്ട് കയറ്റും. തീർച്ചയായും നിങ്ങളെ ഞങ്ങൾ ഇല്ലാതെയാക്കും. മഹാരാജി എന്ത് പറയുന്നോ അത് തീർച്ചയായും ചെയ്തിരിക്കും. ഒരു കാര്യം ഇല്ലാതെയാക്കുമെന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും ചെയ്തിരിക്കും. അതുകൊണ്ടാണ് താങ്കൾ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്, അതായത് കത്തിയാലെ തീ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, कि जली को आग कहते हैं, जली को आग कहते हैं, बुझी को राख कहते हैं, और ये राख से बनल बारूद को योगी आदि ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ യോഗിജി വളരെയധികം സന്തോഷപ്പെടുമെന്ന് തോന്നുന്നു. പക്ഷേ പാർലമെന്റിലുള്ളവർ അവർ അത്രയധികം സന്തോഷപ്പെടില്ല. എന്താ? ജയ ബച്ചൻ ഇൻഡസ്ട്രിയിലും താങ്കളെക്കാൾ സീനിയറാണ്, പാർലമെന്റിലും താങ്കളെക്കാൾ സീനിയറാണ്. അവരെന്താ പറഞ്ഞെന്ന് വെച്ചാൽ, രവികിഷൻ ആഹാരം കൊടുക്കുന്നവരെ പോലും അടിക്കാൻ ചെല്ലുകയാണെന്ന്. 4 കൊല്ലത്തിൽ ഞാൻ 400 മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 7 പ്രൈവറ്റ് ബിൽ പക്ഷേ പാസ്സാക്കി. അവര് താങ്കളെപ്പറ്റി എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു രീതിയിലുള്ള ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നെന്ന്. അതായത് മുംബൈ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും ഡ്രഗ്സ് അഡിക്റ്റ്, മദ്യപാനികളെന്ന് പൊതുവെ പറയാറില്ലേ? മേഡം, ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് കേട്ടിട്ട് പോലുമില്ല. ഞാൻ അമ്മയെ പോലെയാണ് അവരെ കരുതുന്നത്. കാല് തൊട്ട് തൊഴുതിട്ടുകൊണ്ട് ബഹുമാനിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, അവർ ഇൻഡസ്ട്രി മുഖേനയാണ് ഈ സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ആസ് എ ഹീറോ ഒരുപാട് ജോലികളുണ്ട്. ഞങ്ങൾക്ക് കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞാൻ പഞ്ചാബ് വഴിയെ ഇമ്പോർട്ട് ആവുന്ന ഡ്രഗ്സിനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്നിട്ട് അവര് രാജ്യസഭയെന്ന് അതിനു വേണ്ടി ആൻസർ ബാക്ക് ചെയ്തിരുന്നു. ഞാനൊന്ന് ശരിക്കുള്ള കാര്യം പറയുകയാണ്. ഇന്നിവിടെ കുറെ കാര്യങ്ങൾ ക്ലിയർ ആകും. അദ്ദേഹം ഇതിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്.
ഞാൻ ശരിക്കും പറഞ്ഞത് വേറെയാണ്. ഞാൻ ബോളിവുഡിനോട് ചേർത്തത് പറഞ്ഞതിന്റെ കാര്യം ഇവിടെ ഹീറോസിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. പിന്നെ രജത് സാർ, ഞാനിത് പറഞ്ഞതിന്റെ കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് പറയുന്നു, ആപ്കി അദാലത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചും പറയുന്നു. ഒരുപക്ഷെ എനിക്ക് തരുന്ന ഭക്ഷണത്തിൽ മയക്കമരുന്നുണ്ടെങ്കിൽ, എനിക്ക് തരുന്ന ഭക്ഷണത്തിൽ തെറ്റായ ഒരു വിഷയമുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും അവരെ എതിർത്ത് നിൽക്കും. താങ്കൾ ഒരു ബില്ല് കൊണ്ടുവന്നിരുന്നു, അതായത് ജനസംഖ്യാ നിയന്ത്രണത്തിന്, പോപ്പുലേഷൻ നിയന്ത്രണത്തിന്. താങ്കൾക്ക് എത്ര മക്കളുണ്ടെന്നുള്ള കാര്യം താങ്കൾ മറന്നോ? എനിക്ക് 4 മക്കളാണ്. താങ്കൾക്കെല്ലാം ചെയ്യാം, പക്ഷെ മറ്റുള്ളവർ കൺട്രോൾ ചെയ്യണം. രജത് സാർ, ഈ ബില്ല് ആദ്യമേ വന്നിരുന്നെങ്കിൽ ഞങ്ങളെല്ലാവരും വളരെ അലേർട്ടായേനെ. ഞാൻ പറഞ്ഞ നിങ്ങൾ സമ്മതിക്കുന്നില്ലേ? പോപ്പുലേഷൻ കൺട്രോളോട് കൂടി ഈ ബിൽ ആദ്യമേ വന്നിരുന്നെങ്കിൽ നമ്മളെല്ലാവരും തീർച്ചയായും കൺട്രോളോടെ ഇരുന്നേനെ. ചൈന ഈ ബില്ല് കൊണ്ടുവന്നത് കൊണ്ടാണ് ഇത്രയും സ്ട്രോങ് ആയത്. അവരിപ്പോ വളരെ പവർഫുൾ ആണ്. നമ്മളും ഇപ്പോൾ അപ്പോൾ താങ്കൾക്ക് 4 മക്കളുണ്ടായതിന് കോൺഗ്രസിനെ താങ്കൾ ബ്ലെയിം ചെയ്യണം. അവരുള്ളപ്പോൾ ഈ ബില്ല് കൊണ്ടുവന്നില്ലെന്ന് പറയുകയാണോ? ഈ ചോദ്യത്തിന് നിങ്ങളെല്ലാവരും വേണം ഉത്തരം പറയാൻ. അത് മാത്രമല്ല, എല്ലാവരും അദാലത്തിലാണ്. അതെ, ഒരുപക്ഷെ ഈ ബില്ല് കോൺഗ്രസ്സുകാർ ആദ്യമേ കൊണ്ടുവരായിരുന്നില്ലേ? പറയൂ, ഈ ബില്ല് കോൺഗ്രസ് ആദ്യമേ കൊണ്ടുവരായിരുന്നില്ലേ? ആദ്യമേ ഈ ബില്ല് മാത്രം വന്നിരുന്നെങ്കിൽ എനിക്ക് 2 കുട്ടികൾ ജനിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് എത്ര കുട്ടികൾ ജനിച്ചിട്ടുണ്ടാവും? സർ, താങ്കൾ ജനങ്ങളുടെ സപ്പോർട്ടാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് താങ്കളെ പറ്റിയുള്ള ഒരു തെളിവ് കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹരേ രാം. ഷാരൂഖ് ഖാന്റെ സിനിമയായ പത്താൻ പല പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചു. കാവ്യനിറം ഉള്ളതിന്റെ പേരിൽ ശരിക്കും ആ പടത്തെ എല്ലാവരും വിമർശിച്ചു. 21 വർഷത്തിനു മുൻപ് താങ്കൾ കാവ്യനിറത്തിന് ബഹുമാനം നൽകിയോ? ഇല്ല, ഇതിനെക്കുറിച്ച് പ്രധാനമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതുപോലത്തെ വിഷയം കാരണം സാധുക്കളോ അല്ലെങ്കിൽ ഭാരതീയ ജനതാ കക്ഷിയുടെ ജനങ്ങളായ നിങ്ങളും ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. അതായത് പത്താന്റെ റിലീസിന് മുമ്പ് പ്രഥമർ മോദിജി ഒരു സ്പീച്ച് കൊടുത്തിട്ടുണ്ട്. പ്രഥമറും മോദിജിയും മുംബൈയിലേക്ക് പോകുമ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു ഫിലിം ബിസിനസ് എന്നത് ഒരു വലിയ ഇൻകം ആണെന്ന്. അത് കാരണം ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിനെ ഒരു കൃഷിയെ പോലെ കരുതണമെന്നും പറഞ്ഞിട്ടുണ്ട്. സിനിമാ ഇൻഡസ്ട്രിക്കാരും മാനം മര്യാദയോടെ ജീവിക്കണമെന്നും പറഞ്ഞു. തീർച്ചയായും ഒരു നാടിനെതിരെ ഇതുപോലത്തെ സിനിമകൾ ചെയ്യരുതെന്നും പറഞ്ഞു. അല്ലെങ്കിൽ സംസ്കാരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു മതത്തിനെക്കുറിച്ചോ ഒരിക്കലും ഉൾപ്പെടുത്താൻ പാടില്ല എന്നും ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മോദിജിയും യോഗിജിയും ചേർന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന്. ഇതില് ഞങ്ങളുടെ ഓപ്പോസിറ്റ് പാർട്ടിക്കാര് ട്രെൻഡാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും പത്താന്റെ ഓപ്പണിംഗും കണ്ടു, 1000 കോടി ബിസിനസ്സും കണ്ടു. അതുകൊണ്ട് BJP ഒരിക്കലും ബോളിവുഡിനോ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിക്കോ എന്നും എതിരല്ല. അപ്പോൾ ഏത് നിറത്തിലും ബിക്കിനി ഇട്ടാൽ താങ്കൾക്ക് ഒരു പ്രശ്നമില്ല. ആക്ച്വലി ഈ കാര്യം ആരാണ് സ്പ്രെഡ് ചെയ്തത്, എന്തിനാണ് സ്പ്രെഡ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് യാതൊരു പിടിയുമില്ല. ശരിക്കും പറയുകയാണെങ്കിൽ നിറം കൊണ്ട് സംസ്കാരമോ അല്ലെങ്കിൽ മതത്തിനെയോ ഒരിക്കലും ബന്ധപ്പെടുത്താൻ കഴിയില്ല. ഞങ്ങളുടെ ഓപ്പോസിറ്റ് പാർട്ടിക്കാർക്ക് 24-ലും 29-ലും തീർച്ചയായും തോൽക്കുമെന്നുള്ള കാര്യം അവർക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ചില സമയങ്ങളിൽ അവർ ഞങ്ങളുടെ ട്വിറ്റർ ഹാൻഡിൽ തന്നെ ട്രിക്ക് ചെയ്തിട്ട് അതേപോലത്തെ ഒരു പേര് വെച്ചുകൊണ്ട് കളിക്കുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ട്രെൻഡിൽ ഒരുപാട് ഓപ്പോസിറ്റ് പാർട്ടികൾ കളിക്കുന്നുണ്ട്. നിങ്ങൾ ശരിക്കും കാണുവാണെങ്കിൽ രാഹുൽ ഗാന്ധി എന്താ പറയുന്നതെന്ന് വെച്ചാ, ജനാധിപത്യം ഇല്ലാതാക്കി പിന്നെ ലണ്ടനിൽ പോയി അവിടെയുള്ള ജനങ്ങളോട് ഇന്ത്യയിൽ എന്ത് സംഭവിക്കുന്നു നോക്കാൻ പറയുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ വളരെ കഷ്ടം തോന്നുന്നുണ്ട് സാർ. രാഹുൽ ഗാന്ധി സാർ പ്രഥമരെ കുറിച്ച് കുറ്റം പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ തെറ്റായി സംസാരിച്ചു. അങ്ങനെ തെറ്റായി സംസാരിച്ചത് കൊണ്ട് ഗുജറാത്ത് കോർട്ടിൽ അദ്ദേഹത്തിന് 2 കൊല്ലം ശിക്ഷയും കിട്ടി. കാരണം എല്ലാ കള്ളന്മാരുടെ പേരും മോദിയാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ടും അദ്ദേഹത്തെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ പ്രധാനമന്ത്രി മാത്രമല്ല, ആരും അദ്ദേഹത്തെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നാടിനെക്കുറിച്ച്, ഇന്ത്യയെക്കുറിച്ച്, ഒരുപാട് വളർച്ച കണ്ട ഈ നാടിനെക്കുറിച്ച് ഇവിടെയല്ല പുറത്തുള്ള വിദേശങ്ങളിലേക്ക് ചെന്ന് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ സപ്പോർട്ടിന് വേണ്ടി അപേക്ഷിക്കുന്നു. ഈ നാടിനെ വേർപെടുത്താൻ ശ്രമിക്കുന്നു. ഇതുപോലത്തെ സംസാരമൊന്നും നാട് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നു, അദ്ദേഹം ക്ഷമ ചോദിച്ചേ പറ്റൂ. 135 കോടി ജനങ്ങളോട് അദ്ദേഹം ക്ഷമ ചോദിച്ചേ പറ്റൂ. തീർച്ചയായും ക്ഷമ ചോദിക്കണം. നമ്മുടെ നാട്ടില് നമ്മുടെ നാടിനെ കുറിച്ച് എന്ത് വേണമെങ്കിലും സംസാരിച്ചോളൂ. നമ്മുടെ നാടിന്റെ അകത്ത് നമ്മുടെ നാടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ നിങ്ങൾ വിദേശങ്ങൾക്ക് ചെന്ന് നമ്മുടെ ഭാരതഭൂമിയെക്കുറിച്ച്, മോദിജിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഈ ഇന്ത്യയെക്കുറിച്ച് നിങ്ങൾ യാതൊരു കാര്യവും പറയരുത്. ഞാൻ അതിനെ എതിർക്കുന്നു. ഇത് ഒരു പുതിയ ഭാരതമാണ്. അവിടെ രവികിഷൻ ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് ആയിരിക്കുന്നത് എനിക്ക് സന്തോഷമുണ്ട്. ആപ്കി അദാലത്തിൽ താങ്കൾ എല്ലാ ചോദ്യങ്ങൾക്കും വളരെ വ്യക്തമായ ഉത്തരം നൽകി. ഒരു ചോദ്യത്തിനും താങ്കൾ ഉത്തരം നൽകാതെ വിട്ടില്ല. ഇപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ ശശി ശനിയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം.
വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആക്ടർ ആൻഡ് പൊളിറ്റീഷ്യൻ രവികൃഷ്ണനോടൊപ്പമാണ്. നമ്മൾ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ പോരാട്ടത്തിനെ കുറിച്ച് ചോദിച്ചു, അദ്ദേഹത്തിന്റെ അരഗൻസിനെ കുറിച്ച് ചോദിച്ചു, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചും ചോദിച്ചു, പിന്നെ അദ്ദേഹത്തിന്റെ അഫയേഴ്സിനെ പറ്റിയും ചോദിച്ചു. ഇപ്പോൾ ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ ജഡ്ജ് പ്രസിദ്ധ പത്രപ്രവർത്തക ശശി ശനിയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നോക്കാം. രവി സാറിനെ ധൈര്യത്തോടെയും സത്യത്തോടെയും ആൻസർ ചെയ്തിട്ടുണ്ട്. സർ ഒരു ക്വസ്റ്റനെ പോലും അവോയ്ഡ് ചെയ്തിട്ടില്ല. ഇതാണ് സാറിന്റെ സ്ട്രെങ്ത് എന്ന് തോന്നുന്നു. കോർട്ടിൽ ഒരു കാര്യം സ്ട്രോങ് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്റർടൈൻമെന്റ് വേൾഡിൽ ഒരു വലിയ സൂപ്പർ സ്റ്റാറിനെ സാർ ഇവിടെ പ്രൂവ് ചെയ്തു. ഇവിടെ ഇതേപോലെ നാഷണൽ പോളിറ്റിക്സിലും പ്രൂവ് ചെയ്യാനാം. സാറിന് വോട്ട് ചെയ്യുന്നവരും സാറിന്റെ ഫാൻസും ഇതേ വിശ്വാസത്തോടെയാണ് ഉള്ളത്. സാർ നാഷണൽ ലെവൽ പോളിറ്റിക്സിൽ വലിയ പൊസിഷനിൽ ഏതുമേൻ വിശ്വസിക്കുന്നു. രവികൃഷ്ണൻ ഇതുപോലെ തന്നെ ജനങ്ങളെ എന്റർടൈൻമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അദ്ദേഹം അതുപോലെ ജനങ്ങളുടെ മനസ്സെ സന്തോഷപ്പെടുത്തണം. അതുപോലെ രാഷ്ട്രീയത്തിൽ അദ്ദേഹം കൂടുതൽ ഉയരങ്ങളിൽ പോകുന്നുള്ള വിശ്വാസത്തോടുകൂടി ഇന്നത്തെ വിചാരണ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വിചാരണയിൽ മറ്റൊരു അതിഥിയോടൊപ്പം നിങ്ങളെ വന്ന് ഞാൻ കാണുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം.